ആരാധന അങ്ങേക്കാരാധന യേശുവേ അങ്ങേക്കാരാധന ആരാധന അങ്ങേക്കാരാധന യേശുവേ യേശുവേ അങ്ങേക്കാരാധന. നാം ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുന്നു. അറിയാവുന്നവർ ചേർന്ന് ഈ ഗാനത്തോടൊപ്പം ചേർന്ന് പാടുക. കർത്താവ് നമ്മെ ഒരുമിച്ച് ശക്തീകരിക്കുമാറാകട്ടെ. എന്നെ മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നേ, നിൻ വചനത്താൽ എന്നെ കഴുകേണമേ. നിന്റെ ഗീതം പോലെന്നെ നടത്തേണമേ. ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കേണമേ. എന്നെ മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നേ, നിൻ വചനത്താൽ എന്നെ കഴുകേണമേ. നിന്റെ ഗീതം പോലെന്നെ നടത്തേണമേ. ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കേണമേ. ആരാധന ആരാധന അങ്ങേക്കാരാധന യേശുവേ അങ്ങേക്കാരാധന ആരാധന അങ്ങേക്കാരാധന യേശുവേ അങ്ങേക്കാരാധന. യേശുവേ അങ്ങേക്കാരാധന
അങ്ങേപ്പോലെ ദൈവമേ ആരുള്ളീ ലോകേ, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്നൻ പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എന്റെ സർവസ്വം. പറയാമോ? അങ്ങേപ്പോലെ ദൈവമേ ആരുള്ളീ ലോകേ, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്നൻ പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എന്റെ രണ്ട് കരമുയർത്തി പിടിച്ച് ആരാധന അങ്ങേക്കാരാധന. യേശുവേ യേശുവേ അങ്ങേക്കാർ. ശബ്ദമുയരട്ടെ. ആരാധന അങ്ങേക്കാരാധന. യേശുവേ അങ്ങേക്കാരാ. ഒരിക്കൽ കൂടി ആരാധന. ആരാധന അങ്ങേക്കാരാധന. യേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാ. യേശുവേ യേശുവേ അങ്ങേക്കാരാധന. എന്നെ മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നേ, നിൻ വചനത്താൽ എന്നെ കഴുകണമേ. നിന്റെ ഗീതം പോലെന്നെ നടത്തണമേ. ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണം. എന്നെ മുറ്റുമായി സമർപ്പിക്കുന്നേ, നിൻ വചനത്താൽ എന്നെ കഴുകണമേ. നിന്റെ ഗീതം പോലെന്നെ നടത്തണമേ. ശുദ്ധാത്മാവിനാൽ എന്നെ. ശബ്ദമുയർത്തി ആരാധന അങ്ങേക്കാരാധന. യേശുവേ യേശുവേ അങ്ങേക്കാരാ. വാഗ്ദത്തമുള്ളവർ ചേർന്ന് ആരാധന ശക്തിയോടെ. യേശുവേ യേശുവേ അങ്ങേക്കാരാ. പരിശുദ്ധനായ ദൈവത്തെ ആരാധന അങ്ങേക്കാരാ. വിശുദ്ധനായ കർത്താവിനെ യേശുവേ ആരാധന. ആരാധന ഹല്ലേലൂയ. യേശുവേ അങ്ങേക്കാരാ. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂമി യാത്ര ചെയ്യും പ്രത്യാശയോടെ. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂമി യാത്ര ചെയ്യും പ്രത്യാശയോടെ. എന്നെ കരുതും എന്നും പുലർത്തും. എന്റെ ആവശ്യങ്ങളെല്ലാം അറിയോ. ദുഃഖനാളിൽ കൈവിടാതെ തന്റെ ചിറകിൽ നിഴലിൽ മറയ്ക്കും.
എന്നെ കരുതും, എന്നും പുലർത്തും, എന്റെ ആവശ്യങ്ങൾ എല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തന്റെ ചിറകിൻ നിഴലിൽ ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. കരമുയർത്തി പിടിച്ച് മരുഭൂമിയിൽ യാത്ര ചെയ്യും പ്രത്യാശ. ശബ്ദമുയർത്ത് കൂടെയുണ്ട്, തളരാതെ മരുഭൂമി യാത്ര ചെയ്യും പ്രത്യാശയോടെ. അനർത്ഥങ്ങൾ ഭവിക്കുകയില്ല, ബാധയോ എന്റെ തൊടുകയില്ല. ബാധകളിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ കരങ്ങളിൽ വഹിക്കും. അനർത്ഥങ്ങൾ ഭവിക്കുകയില്ല, ബാധയോ എന്നെ തൊടുകയില്ല. ബാധകളിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ കരങ്ങളിൽ വഹിക്കും. ശബ്ദമുയർത്തി ആശ്രയിപ്പാൻ, ആശ്രയിപ്പാൻ. ഒന്ന് ചേർന്ന് പാടാമോ? സർവശക്തൻ കൂടെയുണ്ട്, തളരാതെ മരുഭൂമി യാത്ര ചെയ്യും പ്രത്യാശയോടെ. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്, തളരാതെ മരുഭൂമി യാത്ര ചെയ്യും പ്രത്യാശയോടെ. രാത്രിയിലെ ഭയത്തെയും പകലിൽ പറക്കും വസ്ത്രത്തെയും ഇരുളവിലെ മഹാമാരി സംഹാരത്തെയും ഞാൻ പേടിക്കുകയില്ല. രാത്രിയിലെ ഭയത്തെയും പകലിൽ പറക്കും വസ്ത്രത്തെയും ഇരുളവിലെ മഹാമാരി സംഹാരത്തെയും ഞാൻ പേടിക്കുകയില്ല. അതുകൊണ്ട് ശബ്ദമുയർത്തി ആശ്രയിപ്പാൻ എനിക്ക് സർവശക്തൻ കൂടെയുണ്ട്, തളരാതെ മരുഭൂമി യാത്ര ചെയ്യും പ്രത്യാശ. ശബ്ദമുയരട്ടെ. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്, തളരാതെ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ.
എനിക്കും സർവശക്തി കൂടെ. അതരങ്ങൾ തുറന്നു പറഞ്ഞേ, തളർന്നു പോകാതെ ഈ മരുഭൂമിയിൽ യാത്ര ചെയ്യും ഞാൻ പ്രത്യാശയോടെ. അങ്ങനെ പ്രത്യാശയുള്ളവർ മാത്രം അതരങ്ങൾ തുറന്നു. ഹല്ലേലൂയ, പ്രത്യാശയോടെ. ഹല്ലേലൂയ, ഹോസന്ന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹോസന്ന. ശബ്ദം ഉയരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹോസന്ന. ഹല്ലേലൂയ, ഹോസന്ന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹോസന്ന. ഹല്ലേലൂയ, ഹോസന്ന. ഹല്ലേലൂയ, ശബ്ദമുയർത്തി. ഹല്ലേലൂയ, ഹോസന്ന. ഹല്ലേലൂയ, ഹോസന്ന. ഹല്ലേലൂയ. ശബ്ദമുയരട്ടെ. ദൈവസഭ ശബ്ദമുയർത്തി. ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി പിടിച്ചു. പരിശുദ്ധനേ രാജാവേ അങ്ങേ വാഴ്ത്തിടുന്നീതാ. വീരനാ ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനേ രാജാവേ അങ്ങേ വാഴ്ത്തിടുന്നീതാ. വീരനാം ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനേ രാജാവേ അങ്ങേ വാഴ്ത്തിടുന്നീതാ. വീരനാം ദൈവമേ അങ്ങേ നാം. ശബ്ദമുയർത്തി. പരിശുദ്ധനേ, പരിശുദ്ധനേ രാജാവേ അങ്ങേ വാഴ്ത്തിടുന്നീതാ. വീരനാം ദൈവമേ. ശബ്ദമുയർത്തി. ഹല്ലേലൂയ. ഓഹോ, പരിശുദ്ധനേ രാജാവേ അങ്ങേ വാഴ്ത്തിടുന്നീതാ. വീരനാം ദൈവമേ അങ്ങേ നാം. യേശു മാത്രം പരിശുദ്ധനേ. പരിശുദ്ധനേ രാജാവേ അങ്ങേ വാഴ്ത്തിടുന്നീതാ. വീരനാം. കരമടിച്ച്. അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനേ രാജാവേ അങ്ങേ വാഴ്ത്തിടുന്നീതാ. വീരനാം. പരിശുദ്ധനേ രാജാവേ. അതരങ്ങൾ തുറന്നു ശക്തിയോടെ. ഓ വിമലമസകദാ രഥനമലമസകദേ. ഓ ചുടരമലമസകദേ രഥരാ രഥലമസകദേ രഥരാ. ഉഴിദലമലമസകദേ രഥരമസകദാ. ചുടമന ധര രഖലേ ചുരയാ രഖലേ. ഉഴമലമസകന ധരാ രഥരേ. അപരിശുദ്ധനായ ദൈവത്തെ, ആ വിശുദ്ധിയിൽ അതിഭയങ്കരനായ ദൈവത്തെ അല്പസമയങ്ങൾ കരമടിച്ച് അന്യഭാഷയോടെ കർത്താവിനെ ആരാധന കൊടുത്ത്. ചുടമധര കരമലമസകനേ. ഉഴിമലമസകനേ ധരരഖലേ. ഉഴിധരമലമസകനേ ധുരയാ. രഭലമസകേ രഖലമസകനേ. വിമലാസകനേ ധുരമാസകനേ. വിമലമസകനേ ധുരമധരഖലേ. ഉഴിമലമസകേ രഖലമസകനേ. അന്യഭാഷ പ്രാപിച്ചവർ ഈ വർഷത്തിന്റെ അവസാന നാളുകളിൽ പരിശുദ്ധാത്മാ ദൈവത്തെ ഒരുമിച്ച് ആരാധിക്കുവാൻ കഴിയുന്നവർ ആത്മസാന്നിധ്യത്തോടെ അല്പസമയങ്ങൾ അതരങ്ങൾ തുറന്ന് രണ്ട് കരങ്ങൾ അടിച്ച് യേശുവിന് ആരാധന കൊടുത്ത്. ഓ വിമലമസകന കരകലാശകനേ. ചുടമന ധര ചകലേ രഖലേ. ചുടമന ധര ധരരേ രഥരാ. റിമലാസകനേ റിമലാസകനേ റിധരാശകനേ. ചുടമസകനേ രഥരമലമസകരേ. ശക്തിയോടെ ഹല്ലേലൂയ.
ഇതിനകത്ത് ദൈവത്തിന്റെ വലിയ സാന്നിധ്യം വീഴുന്നല്ലോ. പരിശുദ്ധാത്മാവ് ചിലരെ തൊടുന്നല്ലോ. അഭിഷേകത്തിന്റെ ശക്തി ഇന്ന് പകലിൽ ചിലരെ തൊടുന്നല്ലോ. പിടിച്ചു നിർത്താൻ കഴിയാത്ത നിലവാരത്തിൽ അഭിഷേകത്തിന്റെ വലിയ സാന്നിധ്യം, അഭിഷേകത്തിന്റെ ഒരു കൈമാറ്റം ഇന്ന് പകലിൽ സംഭവിക്കുന്നു. ചിലരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു വീഴുന്നു. ആദ്യ നൂറ്റാണ്ടിൽ കത്തിയിറങ്ങിയ അഭിഷേകത്തിന്റെ ശക്തി ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ ദൈവസഭയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവിനെ നൽകുന്നു. അവൻ അന്ത്യകാലഘട്ടത്തിൽ ഞാൻ സകല ജനത്തിന്മേൽ ഞാൻ എന്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം അനുഭവിക്കുന്നവർ ശക്തിയോടെ ആരും അടങ്ങിയിരിക്കരുത്. രണ്ട് കരങ്ങളും അടിച്ച് ആ ദൈവ സാന്നിധ്യത്തെ ഒന്ന് റിസീവ് ചെയ്യുക. ഹല്ലേലൂയ. Mama shekele ratara mashekele uribala bala masekele ratara mana mashekele urigala masekele ratara masekela tere യേശുവിന്റെ നാമത്തിൽ നിന്റെ ശുശ്രൂഷയെ തടയുന്ന, നിന്റെ ആത്മീക ജീവിതത്തെ തടയുന്ന, നിന്റെ ഭൗതിക നന്മകളെ തടയുന്ന സകല ദേശാധിപതി ശക്തികളെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. ഈ വർഷത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ കൊണ്ടെത്തിച്ച ദൈവത്തിന്റെ വലിയ കരുണ ഇന്ന് രാവിലെ സമയം ചിലരുടെ മേൽ വീശുന്നു. ചില കുടുംബത്തിനകത്തേക്ക് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വന്ന് വീഴുന്നു. നിന്നെ തകർക്കാൻ വെല്ലുവിളിക്കുന്ന സകല പൈശാചിക കോട്ടകൾ യേശുവിന്റെ നാമത്തിൽ ഉടഞ്ഞു മാറുന്നല്ലോ. കരമടിക്കാൻ പറ്റുന്നവർ ആത്മാവിൽ കരമടിച്ച് ആ ദൈവ സാന്നിധ്യത്തെ റിസീവ് ചെയ്യുക. ഇത് നിന്റെ ദിവസമാണ്. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്ന ദിവസം. പുതിയ ചില ആരംഭങ്ങൾ ദൈവം നിനക്ക് വേണ്ടി ചെയ്യുന്നു. പുതിയ ചില തുടക്കങ്ങൾ യേശുവിന്റെ നാമത്തിൽ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു. പഴയതെല്ലാം മാറിപ്പോകട്ടെ. പഴയ അവസ്ഥകളെല്ലാം മാറട്ടെ. നിന്നെ വെല്ലുവിളിക്കുന്ന അവസ്ഥകൾ മാറട്ടെ. എല്ലാ കഷ്ടതയുടെ അവസ്ഥകൾ മാറട്ടെ. അവൻ എല്ലാ ഇല്ലായ്മയുടെ അവസ്ഥകൾ മാറട്ടെ. പുതിയ ചില തുടക്കങ്ങൾ, അനുഗ്രഹത്തിന്റെ വാതിലുകൾ യേശുവിന്റെ നാമത്തിൽ തുറന്നു വരുന്നല്ലോ. ഹല്ലേലൂയ. യേശുദാമല മസകനെ ഉരിഗല മസകനെ രഥരമല മസകനെ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഉറവല വല മസകനെ വല മസകനെ തേരെ യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപ ഇന്ന് രാത്രി സമയം, ഇന്ന് രാവിലെ സമയം ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഇതിന്റെ നടുവിൽ വ്യാപരിക്കുന്നു. 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് ഞാനുണ്ട് എന്ന് വാഗ്ദത്തം ചെയ്ത ദൈവത്തിന്റെ വലിയ സാന്നിധ്യം, യേശുവിന്റെ വലിയ പ്രസൻസ് ഇന്ന് പകലിൽ അനുഭവിക്കുന്നവർ ആത്മസന്തോഷത്തോടെ Hallelujah. Ora bala 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 mashamtere. Hallelujah. 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 Chuda baba baba shakara bala masegara bala segare. Chuda bala thara thara rakela masegare. യേശുവേ ഞങ്ങളെ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ അവിടുത്തെ വലിയ സാന്നിധ്യത്തിന് നന്ദി. ദൈവമേ അവിടുത്തെ സ്നേഹത്തിന് നന്ദി. ഇന്ന് പകലിൽ ഞങ്ങളെ നിറയ്ക്കുന്നതിന് നന്ദി പറയുന്നു. ദൈവസഭയെ നിറയ്ക്കുന്നതിന് നന്ദി പറയുന്നു. ആ പരിശുദ്ധാത്മാവിന്റെ വലിയ അളവറ്റ വലിപ്പം ഇന്ന് പകലിൽ ഞങ്ങളുടെ നടുവിലേക്ക് കർത്താവ് വായിക്കുന്നതിനായി നന്ദി പറയുന്നു. കർത്താവേ തുടക്കം മാസം മുതൽ ഈ അവസാന മാസം വരെ ഞങ്ങളെ കരുതിയ ദൈവത്തിന്റെ കരുതലെന്ന് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം പറയുന്നു. വീഴ്ചയിൽ ഞങ്ങൾ താങ്ങിയവനെ, തകർച്ചയോ ഞങ്ങൾ കൂടെ ഇരുന്നവനെ, കണ്ണുനീർ ഒപ്പിയവനെ, ഞങ്ങളെ രക്ഷിച്ച കർത്താവേ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ വലിയ സാന്നിധ്യത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. ഓ
യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്, തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്, തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. ചൂടേറിയ ജീവിതാനുഭവത്തിൽ ഈ മരുഭൂയാത്രയിൽ എങ്ങനെ ജീവിതം മുൻപോട്ട് പോകും, വാടി തളർന്നു വീഴുമോ എന്നൊക്കെ വിചാരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകലിൽ പ്രത്യാശയ്ക്ക് വകയുണ്ട്. മരുഭൂമിയിലും ജീവജല നദി തുറക്കുന്ന ദൈവത്തിന്റെ അസാധാരണ സാന്നിധ്യം ഇതിന്റെ നടുവിലുണ്ട്. മരുഭൂമിയാണ്, ചൂടാണ്, അവൻ ചൂടേറിയ കാറ്റടിക്കുമെന്നൊക്കെ ശരിയാണ്. പക്ഷെ അതിന്റെ നടുവിലും ജീവജല നദി തുറക്കുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. നീ അനുഭവിക്കുന്ന ഭാരത്തിൽ നിന്റെ കൂടെ ഇറങ്ങി വന്ന് നിന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വലിയ പ്രസൻസ് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അതേ ഒരു ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഈ ഡിസംബർ മാസത്തിൽ അങ്ങനെ ഒരു കരുതൽ എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരുന്നുണ്ട്. ഹല്ലേലൂയ. ആരൊക്കെയോ ആ ദൂത് ഏറ്റെടുക്കുന്നുണ്ട്. നിന്റെ ജീവിതം മരുഭൂമിയിൽ പെട്ടുപോകും. മരുഭൂമിയിലെ ചൂട് കാറ്റടിച്ച് നീ വാടി തളർന്നു വീഴും. മരുഭൂമിയിലെ മണലിൽ നീ താഴ്ന്ന് മൺമറഞ്ഞു പോകുമെന്നൊക്കെ ദുഷ്ടൻ വിചാരിച്ചുമായിരിക്കാം. പക്ഷേ മരുഭൂമിയിൽ തന്നെ നിന്നെ വളർത്തുന്നൊരു ദൈവമുണ്ട് കേട്ടോ. എവിടെയാണോ നീ താളടിയായി പോകുമെന്ന് പിശാച് പറയുന്നത്, എവിടെയാണോ നീ തകർന്നു പോകുമെന്ന് അവൻ പിശാച് നിന്നെ നോക്കി പറയുന്നത്, അതേ മണ്ണിൽ തന്നെ അവൻ നല്ല ദാഹജലം അവൻ കുടിച്ച് നീ വളരുന്ന ഒരു പകൽക്കാലമാണ് ഈ പകൽക്കാലം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ദൈവിക വാക്തത്വം നിന്റെ കൂടെ ഉള്ളിടത്തോളം കാലം നീ ഒരു നാളും നശിച്ചു പോകയില്ല. കരമടിക്കാൻ പറ്റുന്നവർ മാത്രം അല്പസമയങ്ങൾ കരമടിച്ച് ആ ദൈവത്തിന് ആരാധന കൊടുത്തേ. ഹല്ലേലൂയ. ഓ ജീസസ് ജീസസ് ജീസസ്. ഹല്ലേലൂയ ഹല്ലേലൂയ. നീ തളർന്നു പോകത്തില്ല, നീ തളർന്നു പോകത്തില്ല. ഹല്ലേലൂയ. യേശു ആരാണെന്നുള്ള വെളിപ്പാട് നിന്റെ അകത്തുണ്ടെങ്കിൽ ഹല്ലേലൂയ, കാരാഗ്രഹത്തിൽ കിടന്നാലും നീ ചിലത് എഴുതി പുറത്തു കൊണ്ടുവരുമോ? ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ ദൂതൊന്നും കൂടെ പറയാ. അവൻ ക്രൈസ്റ്റ് അകത്തുണ്ടെങ്കിൽ, ക്രിസ്തു അകത്തുണ്ടെങ്കിൽ, എത്ര കാരാഗ്രഹമാണെങ്കിൽ പൗലോസേ നിന്റെ അകത്തൂടെ ചില ലേഖനങ്ങൾ പുറത്തു വരൂ. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഒന്നും കൂടെ പറയാ. ക്രിസ്തുവിനെ കുറിച്ചുള്ള യഥാർത്ഥ വെളിപ്പാട് നിന്റെ അകത്തുണ്ടെങ്കിൽ, എത്ര കഷ്ടതയിൽ നീ ആയിരുന്നാലോ, എത്ര കണ്ണുനീരിന്റെ അനുഭവത്തിൽ നീ ആയിരുന്നാലോ, നിന്നിലൂടെ ചിലത് പുറത്തു വരുമോ? എത്ര ആത്മാർത്ഥതയോടെ വിശ്വസിക്കുന്നുണ്ട്? ആരാണ് ക്രിസ്തു എന്നുള്ള വെളിപ്പാട് ഇന്ന് പകലിൽ ചിലരുടെ മേൽ കത്തട്ടെ. ക്രിസ്തു അകത്ത് കത്തട്ടെ. ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് അകത്ത് കത്തട്ടെ. ആരാണ് യേശു എന്നുള്ള വെളിപ്പാട് കത്തട്ടെ. ഹല്ലേലൂയ. ആരാണ് ക്രിസ്തു, ആരാണ് യേശു?
പലർക്കും യേശു ആരാണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ ഇന്ന് പകലിൽ വിശ്വാസികളെ, ദൈവമക്കളെ, ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ അകത്ത് യേശു ആരാണെന്നുള്ള വെളിപ്പാട് ഭയങ്കരമായി കത്തിജ്വലിക്കണം. അണ്ടകടാകങ്ങളെ സൃഷ്ടിച്ചവൻ, സർവജനാദത്തെയും നിയന്ത്രിക്കുന്നവൻ, ആകാശത്തെ വിരിച്ചവൻ, ആഴിക്ക് പഞ്ചസാര മണൽ കൊണ്ട് അതിർ നിശ്ചയിച്ചവൻ, വരുന്നവൻ, ഇരിക്കുന്നവൻ, എഴുന്നേൽക്കുന്നവൻ, ഭൂരാജാക്കന്മാർക്ക് അധിപതിയും, നിത്യനിയമത്തിന്റെ രക്തത്താൽ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുവാൻ തക്കവണ്ണം അവൻ ഭൂമിയിലേക്ക് പിതാവിനാൽ അയക്കപ്പെട്ടവൻ. അവൻ പോയതുപോലെ തന്നെ വീണ്ടും വരാമെന്ന് വാഗ്ദത്തം ചെയ്ത യേശുവിന്റെ വലിയ സാന്നിധ്യം. അവൻ ആൽഫയും ഒമേഗയുമായ ദൈവമാണ്, ആദ്യനും അന്ത്യനുമായ ദൈവമാണ്. ഹല്ലേലൂയ. അവൻ ഹല്ലേലൂയ മാറത്ത് പൊൻകച്ച കെട്ടിയവനായ, അവൻ വെള്ളോട് സദൃശ്യമായ കാലുള്ളവനായ, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനായ, അവൻ വീണ്ടും വരാമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവിന്റെ സാന്നിധ്യം മരണത്തെ തോൽപ്പിച്ച് മൂന്നാം നാളിൽ ഉയർത്തെഴുന്നേറ്റ് ഇന്നും നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പക്ഷപാതം ചെയ്യുന്ന ആ യേശുവിന്റെ വെളിപ്പാട് ഇന്ന് പകലിൽ അകത്ത് പ്രാപിക്കുന്നവർ ശക്തിയോടെ അല്പസമയങ്ങൾ കർത്താവിന് ആരാധന കൊടുത്തേ. ഹല്ലേലൂയ. അവൻ ആർക്കും വലിയവനായ ദൈവമാണ്. യേശു വലിയവനാണ്, ദൈവമാണെന്ന് വിശ്വാസമുള്ളവർ കരമുയർത്തിപ്പിടിച്ച് അല്പസമയങ്ങൾ കൂടി ഹല്ലേലൂയ. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. യേശു അത്ഭുതം ചെയ്യുന്നവനാണെന്ന് വിശ്വാസമുള്ളവരുണ്ടോ? ഇന്ന് പകലിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായി ഏറ്റെടുക്കുന്ന എത്ര പ്രിയമുള്ളവരുണ്ട്? ഹല്ലേലൂയ. ഈ പകലിൽ ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് വേണ്ടി ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ പോകുകയാണ്. ഒരിക്കലും നിന്റെ ജീവിതം രക്ഷപ്പെടത്തില്ല എന്ന് പറയുന്നവരുണ്ടോ? പക്ഷെ നിന്റെ ജീവിതം രക്ഷപ്പെടാൻ പോകുകയാണ്. ഹല്ലേലൂയ. ആ അത്ഭുതത്തിന്റെ വിടുതലിലേക്ക് ഇന്ന് പകൽ ചിലർ കാലെടുത്ത് വെക്കാൻ തുടങ്ങുകയാണ്. 2023 അവസാന നാളുകൾ എത്തുമ്പോൾ ചില ദൈവിക വാഗ്ദത്തങ്ങൾ നിന്റെ ജീവിതത്തിൽ നിറവേറുന്ന പകലായി ഈ പകൽ മാറുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നിന്റെ കുടുംബത്തോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ, നിന്റെ തലമുറയോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ യേശുവിന്റെ നാമത്തിൽ അത് രൂപപ്പെട്ടു വരുന്ന പകലായി പകൽ മാറുകയാണ്. വിശ്വസിക്കാൻ കഴിയുന്നവർ മാത്രം അല്പസമയങ്ങൾ കൂടി കരമടിച്ച് ആ ദൈവത്തിന് ആരാധന കൊടുത്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം, പറഞ്ഞേ, ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും, സാരമെല്ലാം നോദിടും തന്മാർവിലെന്നെ, സാരമെല്ലാം നോദിടും തന്മാർവിലെന്നെ ചേർത്തിടും. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നുമെന്നും അങ്ങേനല്ലവൻ യേശു, ഇന്നലെയും ഇന്നുമെന്നും അങ്ങേനല്ലവൻ. ഈ പാട്ടിന്റെ വരികൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും, സാരമില്ലെന്ന് നോദിടും തന്മാർവിൽ എന്നെ ചേർത്തിടും. ഹല്ലേലൂയ. ഒരു വീഴ്ച സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിക്കുമ്പോൾ ആളുകളെല്ലാം നമ്മളെ പഴിക്കും. നീ ഇനി ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തും. പക്ഷെ യേശു അങ്ങനെയല്ല. സാരമില്ല മക്കളെ, തെറ്റ് പറ്റിയില്ലേ, ഇനി സംഭവിക്കരുതെന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച് നമ്മെ മാനിക്കുന്ന, സ്നേഹിക്കുന്ന, മാർവോടണച്ച് നമ്മെ സ്നേഹിക്കുന്ന ഒരു യേശു ക്രിസ്താവ്. ഹല്ലേലൂയ. ആ ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതിയാകത്തില്ല. പ്രിയപ്പെട്ടവരെ, വീഴ്ചയില്ലെന്നല്ല, തെറ്റുകൾ ഇല്ലെന്നല്ല, പക്ഷെ ഇന്ന് പകലിലും മാർവോടണച്ച് സ്നേഹിക്കുന്ന ദൈവത്തിന്റെ വലിയ സ്നേഹത്തെ ഓർത്തുകൊണ്ട് നന്ദിയോടെ കർത്താവിന് സ്തോത്രം കൊടുത്താട്ടെ. ഹല്ലേലൂയ.
പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. യെശയ്യാവിന്റെ പ്രവചനം 65 തോന്നുന്നു. അതിനകത്തൊരു ഭാഗം ഇങ്ങനെയാണ്: ഭൂമിയിൽ തന്നെത്താൻ അനുഗ്രഹിക്കുന്നവൻ സത്യദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. ഒന്ന് പറയാമോ? ഭൂമിയിൽ തന്നെത്താൻ അനുഗ്രഹിക്കുന്നവൻ സത്യദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അധ്യാപകർ അനുഗ്രഹിക്കാറുണ്ട്. ചില നല്ല പഠിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ അവർ വീണ്ടും ബ്ലെസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഗുരുക്കന്മാരുടെ അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് ഒത്തിരി കിട്ടിയിട്ടുണ്ട്. മുതിർന്നവരുടെ അനുഗ്രഹങ്ങളൊക്കെ ഒത്തിരി നമുക്ക് കിട്ടിയിട്ടുണ്ട്. പാസ്റ്റർമാര്, ദൈവദാസന്മാര് വിശ്വാസികളെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കാറുണ്ട്. ഹല്ലേലൂയ. സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കാറുണ്ട്. അപ്പോൾ നിരവധി അനുഗ്രഹങ്ങൾ ഈ ഭൂമിയിൽ നിന്ന്, വ്യക്തികളിൽ നിന്ന് നമുക്ക് ലഭിക്കാറുണ്ട്. പക്ഷെ തിരുവചനം പറയുന്നു, മറ്റാരുടെയും കൈവെപ്പിനാലല്ല, സ്വന്തം കൈകൊണ്ട് ശിരസിൽ വെച്ച് നീ നിന്നെ തന്നെ ഒന്ന് അനുഗ്രഹിക്കണം. ഇന്ന് വരെ നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല. ഹല്ലേലൂയ. പക്ഷെ യെശയ്യാ പ്രവാചകനെ പറ്റി ഒന്ന് രണ്ട് കാര്യം ഞാൻ പറയാം. ഒന്ന്, യേശുവിന്റെ ജനനം ഏകദേശം 400 വർഷങ്ങൾക്ക് മുമ്പ്, 400-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് യേശു ജനിക്കുമെന്നും യേശു ജീവിക്കുമെന്നും മരിക്കുമെന്നും ഒക്കെ പ്രവചിച്ച് പറഞ്ഞ പ്രവാചകനാണ് യെശയ്യാ പ്രവാചകൻ. ഹലോ, കേൾക്കുന്നുണ്ടോ? യേശുവിന്റെ ജനനത്തിന് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് യേശുവിനെ പറ്റി പ്രവചിച്ച പ്രവാചകനാണ് യെശയ്യാ പ്രവാചകൻ. ഭൂമിയിൽ പല കാര്യങ്ങളെ പറ്റിയും അവൻ മുമ്പേ പ്രവചിച്ചു പറഞ്ഞ പ്രവാചകനാണ് യെശയ്യാ പ്രവാചകൻ. അതേ പ്രവാചകൻ പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ തന്നെത്താൻ അനുഗ്രഹിച്ചാൽ സത്യദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. ഇത് എന്നെ വല്ലാതെ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഈ വാക്യം വായിച്ചപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഞാൻ കൊതിച്ചിരുന്നു. പലരിൽ നിന്നും അനുഗ്രഹം വേണം, പല ദൈവദാസന്മാരിൽ നിന്ന് അനുഗ്രഹം വേണം. പക്ഷെ ദൈവം ഞാൻ പഠിപ്പിക്കുന്നു, പല ദൈവദാസന്മാരിൽ നിന്നല്ല, നീ നിന്നെ തന്നെ ഒന്ന് അനുഗ്രഹിക്കുക. നിങ്ങളുടെ വലതുകരം എടുക്കുക, നിങ്ങളുടെ ശിരസിൽ വെക്കുക, നിങ്ങൾ നിങ്ങളെ തന്നെ അനുഗ്രഹിക്കുക. ഞാൻ എന്നെ അനുഗ്രഹിക്കുന്നു, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു, ഞാൻ എൻ്റെ സമ്പത്തിനെ അനുഗ്രഹിക്കുന്നു. അങ്ങനെ പറയുമ്പോൾ എന്താ സംഭവിക്കുന്ന അറിയാമോ? നിങ്ങളുടെ കരത്തിന് മുകളിൽ അദർശനായ ദൈവത്തിന്റെ കരം ഇറങ്ങി വന്ന് നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കും. ഈ 2023 അവസാനിക്കാൻ പോകുകയാണ്. ഈ വാക്യം ഞാൻ നിങ്ങളിലേക്ക് ഇട്ടുതരുന്നു. അവൻ ഇവിടെ വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ മടിയാണെങ്കിലും വീട്ടിൽ ചെന്ന് നിങ്ങൾ വ്യക്തിപരമായിട്ടൊന്ന് ചെയ്തു നോക്കിക്കേ. ഭൂമിയിൽ തന്നെത്താൻ അനുഗ്രഹിക്കുന്നവൻ, ഒന്നുകൂടെ പറഞ്ഞേ, ഭൂമിയിൽ തന്നെത്താൻ അനുഗ്രഹിക്കുന്നവൻ സത്യദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. ഇത് നിരവധി തവണ നിങ്ങൾ ചെയ്തു നോക്കിക്കേ. നിങ്ങൾ വാസ്തവമായി അനുഗ്രഹിക്കപ്പെടും. 2024 നിങ്ങൾ പ്രവേശിക്കുന്നത് ഒരു അനുഗ്രഹത്തിന്റെ വർഷത്തിലേക്കായിരിക്കും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അല്പസമയങ്ങൾ കരമടിച്ച് ആ ദൈവത്തിന് ആരാധന കൊടുത്തേ. ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ വാക്യങ്ങളൊക്കെ നമ്മുടെ പ്രാബല്യത്തിൽ കൊണ്ടുവരണം. വാക്യം വായിച്ചു വിട്ടാൽ പോരാ, അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. അവൻ ഭൂമിയിൽ തന്നെത്താൻ അനുഗ്രഹിക്കും. ഈ വാക്യം ഞാൻ ആദ്യമായിട്ട് കേട്ട അന്ന് മുതൽ സ്വന്തമായിട്ട് അനുഗ്രഹിക്കാൻ തുടങ്ങി. എനിക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ അനുഗ്രഹിക്കപ്പെടും. എനിക്ക് നല്ല ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ വീട്ടിൽ ചെന്ന് ഇത് എക്സസൈസ് ചെയ്യണം. നമ്മൾ ഈ അതായത് ശരീരത്തിന് ചില അസ്വസ്ഥത ഉള്ളവർ രാവിലെ ഓടാൻ പോകും, എക്സസൈസ് ചെയ്യും അല്ലേ, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യും. എന്തിനാ? അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ വേണ്ടി. അതുപോലെ ഈ വാക്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി മാറും. നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് വ്യക്തിപരമായിട്ട്, ചിലപ്പോൾ ഇവിടെ വെച്ച് നിങ്ങൾക്ക് സഭയിൽ വന്നിട്ട് പൊതുവായിട്ട് നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ വ്യക്തിപരമാകുന്ന നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അനുഗ്രഹിക്കാൻ പറ്റും. ആമേൻ, ഹല്ലേലൂയ. നിങ്ങളുടെ ശുശ്രൂഷയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പറ്റും. നിങ്ങളുടെ ഭൗതികമാകുന്ന കാര്യങ്ങളെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റും. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ബ്ലസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് വ്യക്തിപരമാകുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങളെ തന്നെ അനുഗ്രഹിക്കുക. നിങ്ങളെ തന്നെ അനുഗ്രഹിക്കുമ്പോൾ അദൃശ്യനാകുന്ന ദൈവത്തിന്റെ കരം തൊട്ട് നിങ്ങളെ അനുഗ്രഹിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. എല്ലാ പ്രിയമുള്ളവരും അതാത് സ്ഥാനത്തൊന്ന് എഴുന്നേറ്റ് ഹല്ലേലൂയ. നമ്മൾ ഒരു പാട്ട് കൊണ്ട് പാടി കർത്താവിനെ ആരാധിക്കാൻ തുടങ്ങുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. പരിശുദ്ധനേ, കരുണാനിധിയേ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനേ. ഈ പാട്ടറിയാമോ? പരിശുദ്ധനേ, കരുണാനിധിയേ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനേ. ഈ പാട്ട് അറിയാത്തവരാരെങ്കിലും ഉണ്ടോ?
കുറച്ച് പേരുണ്ട്. അപ്പൊ നിങ്ങൾ ആ വരി മാത്രം ഒന്ന് പഠിക്കേ. പരിശുദ്ധനെ കരുണാനിധിയെ സ്തുതികൾക്കെല്ലാം യോഗ്യനായവനെ, പരിശുദ്ധനെ കരുണാനിധിയെ സ്തുതികൾക്കെല്ലാം യോഗ്യനായവനെ. ഈ പാട്ട് പാടുമ്പോൾ ആ വരികൾ മാത്രം നിങ്ങളൊന്ന് പാടുക. കൂടെ പാടിയാൽ മതി, ബാക്കി പാട്ടുകൾ നിങ്ങൾ പഠിച്ചാൽ മതി പൊതുവെ. ഓക്കെ, നമുക്ക് ഒരുമിച്ച് പാടാം. രണ്ട് കരങ്ങൾ പഠിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ, വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ. ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ, വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ. പരിശുദ്ധനെ കരുണാനിധിയെ സ്തുതികൾക്കെല്ലാം യോഗ്യനായവനെ, ഓ പരിശുദ്ധനെ കരുണാനിധിയെ സ്തുതികൾക്കെല്ലാം യോഗ്യനായവനെ, സകലത്തെയും സൃഷ്ടി ചെയ്തവനെ, സകലത്തിനും പരിപാലകനെ, സകലത്തെയും സൃഷ്ടി ചെയ്തവനെ, സകലത്തിലും പരിപാലകനെ, സകലരിലും പരമോന്നതനെ, സർവശക്തനും സർവജ്ഞാനിയും നീ, സകലരിലും പരമോന്നതനെ, സർവശക്തനും സർവജ്ഞാനിയും നീ. പരിശുദ്ധനെ കരുണാനിധിയെ സ്തുതികൾക്കെല്ലാം യോഗ്യനായി. ചേർന്ന് പഠിക്കേ. പരിശുദ്ധനെ കരുണാനിധിയെ സ്തുതികൾക്കെല്ലാം യോഗ്യനായവനെ, കരുണയും ദയയും ഉള്ളവനെ, മനസ്സലിയുന്ന മഹാപ്രഭുവേ, കരുണയും ദയയും ഉള്ളവനെ, മനസ്സലിയുന്ന മഹാപ്രഭുവേ, വാത്സല്യത്തോടെന്നെ ചേർത്തവനെ, മാറാത്ത സ്നേഹം പകർന്നവനെ, വാത്സല്യത്തോടെന്നെ ചേർത്തവനെ, മാറാത്ത സ്നേഹം പകർന്നവനെ, കരുണാനിധിയെ പരിശുദ്ധനെ കരുണാനിധിയെ സ്തുതികൾക്കെല്ലാം യോഗ്യനായവനെ, ആദിയും അന്തവുമായവനെ, ഉറപ്പുള്ള പാറയും കോട്ടയുമേ, ആദിയും അന്തവുമായവനെ, ഉറപ്പുള്ള പാറയും കോട്ടയുമേ, വഴിയും സത്യവുമായവനെ, ഏകരക്ഷാമാർഗമായവനെ, ഓ വഴിയും സത്യവുമായവനെ, ഏകരക്ഷാമാർഗമായവനെ, പരിശുദ്ധനെ കരുണാനിധിയെ സ്തുതികൾക്കെല്ലാം യോഗ്യനായവനെ, ഓ പരിശുദ്ധനെ കരുണാനിധിയെ സ്തുതികൾക്കെല്ലാം യോഗ്യനായവനെ. ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ, വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ. ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ, വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ. ആമേ. പരിശുദ്ധനെ കരുണാനിധിയെ സ്തുതികൾക്കെല്ലാം യോഗ്യനായവനെ, പരിശുദ്ധനെ കരുണാനിധിയെ സ്തുതികൾക്കെല്ലാം യോഗ്യനായവനെ, തിരുവചനം ഘോഷിക്കുവാൻ, തിരുനന്മകൾ സാക്ഷിക്കുവാൻ, തിരുവചനം ഘോഷിക്കുവാൻ, തിരുനന്മകൾ സാക്ഷിക്കുവാൻ, ഉണർവിൻ ശക്തി അയക്കണമേ ഈ ശിഷ്യരാം നിൻ ദാസരിന്മേ, ഉണർവിൻ ശക്തി അയക്കണമേ ഈ ശിഷ്യരാം നിൻ ദാസരിന്മേ, ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥാ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളൂ അനുഗ്രഹിക്കൂ. നാഥാ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളൂ അനുഗ്രഹിക്കൂ. ദേശമല്ല
യേശുവിനെ ഉയർത്തിടുവാൻ ദേശമെല്ലാം ഉണർന്നിടുവാൻ യേശുവിനെ ഉയർത്തിടുവാൻ ആശിഷമാരി അയക്കേണമേ ഈ ശിഷ്യരാ നിന്ദാസരത്തെ ആശിഷമാരി അയക്കേണമേ ഈ ശിഷ്യരാ നിന്ദാസരത്തെ ഉണർവിൽ വരും ലഭിക്കാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ നാഥാ നിന്റെ വൻകൃപകൾ ഞങ്ങൾ കരുളൂ അനുഗ്രഹിക്കൂ നാഥാ നിന്റെ വൻകൃപകൾ അനുഗ്രഹിക്കൂ തിരുനാമം പാടിടുവാൻ തിരുവചനം ധ്യാനിക്കുവാൻ തിരുനാമം പാടിടുവാൻ തിരുവചനം ധ്യാനിക്കുവാൻ ശാശ്വത ശാന്തി അയക്കേണമേ ഈ ശിഷ്യരാം ദാസരത്തെ ശാശ്വത ശാന്തി അയക്കേണമേ ഈ ശിഷ്യരാം ദാസരത്തെ ഉണർവിൽ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ നാഥാ നിന്റെ വൻകൃപകൾ ഞങ്ങൾ കരുളൂ അനുഗ്രഹിക്കൂ നാഥാ നിന്റെ വൻകൃപകൾ ഞങ്ങൾ കരുളൂ അനുഗ്രഹിക്കൂ തീ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടും കാറ്റായി വീശണമേ ആത്മനദിയായി ഒഴുകണമേ ഓ തീ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടും കാറ്റായി വീശണമേ ആത്മനദിയായി ഒഴുകണമേ അന്ത്യകാലാഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ തീ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടും കാറ്റായി വീശണമേ ആത്മനദിയായി ഒഴുകണമേ തീ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടും കാറ്റായി വീശണമേ ആത്മനദിയായി ഒഴുകണമേ അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു അധികാരം പകരണമേ ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു അധികാരം പകരണമേ അധികാരം പകരണമേ ഇനി ആത്മാവിൽ ശബ്ദമുയർത്തി ഹല്ലേലൂയ തീ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടും കാറ്റായി വീശണമേ ആത്മനദിയായി ഒഴുകണമേ പകൽ തീ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടും കാറ്റായി വീശണമേ ആത്മനദിയായി ഒഴുകണമേ കർമ്മേലിയിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു ആകാശു വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ കർമ്മേലിയിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു ആകാശു വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ പോലെ ഇറങ്ങണമേ തീ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ ആത്മമഴയായി പെയ്യണമേ ആത്മസാന്നിധ്യത്തിൽ തീ പോലെ ഇറങ്ങണമേ
അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശേണമേ, മതിയായി ഒഴുകേണമേ. സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു, ഇസ്രായേലിൻ ദൈവമേ, ആ തീയന്മേൽ ഇറക്കണമേ. സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു, ഇസ്രായേലിൻ ദൈവമേ, ആ തീയന്മേൽ ഇറക്കണമേ. തീ പോലെ ഇറങ്ങണമേ, യേശുവിൻ നാമത്തിൽ. അഗ്നിനാവിന്റെ ഒരു പകർച്ച വീശേണമേ, മതിയായി ഒഴുകേണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കാറ്റായി വീശേണമേ, മതിയായി ഒഴുകേണമേ. തീ പോലെ ഇറങ്ങണമേ, തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശേണമേ. യേശുവിന്റെ നാമത്തിൽ ദൈവസഭയ്ക്കകത്ത് ഒരഭിഷേകത്തിന്റെ അഗ്നി, ആത്മാവിൽ കരമടിച്ച് ഇന്ന് പകലിൽ ഇതുവരെ നമ്മൾ നടത്തിയ ദൈവത്തിന്റെ സ്നേഹത്തെ ആത്മാവിൽ ധ്യാനിച്ചുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടെ ആത്മസാന്നിധ്യം 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 ചൂടവൽക്കമാന വൈഡധാരകന വൈഡധേരം ഫലം 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 ഹല്ലേലൂയ ചൂടഫലം
യേശുവിന്റെ നാമത്തിൽ ദൈവമെടുക്കുന്നു. ഹല്ലേലൂയ. വലിയ സാന്നിധ്യം നന്ദിയോടെ ആരാധനയിൽ ഒരു ദൈവമഹത്വം ഇന്ന് പകൽ വ്യാപരിക്കുന്നു. ഈ ആരാധനയിൽ ഒരു വലിയ 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 ദൈവമഹത്വം ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ അത് വെളിപ്പെട്ടു വരുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഓ ലേരബനബ ശേഖരബബബബബബ ധൂരബരബരബ ശാതലബബബ. എത്ര പേർക്ക് ആത്മാവിൽ ഒരു ദൂത് ഇന്ന് പകൽ കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ നമ്മെ നോക്കിക്കൊണ്ട് തന്നെ സ്വയം ഒന്ന് പറയാൻ പറ്റും. ആമേൻ, ഹല്ലേലൂയ. എന്റെ ദൈവത്താൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. എന്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും. എന്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും. ഈ പദം ഞാൻ വെറുതെ പറയുകയല്ല. ഇന്ന് പകൽ ഇതൊരു പ്രവചന ദൂതാണ്. ഇതൊരു പ്രവചന ദൂതാണ്. പക്ഷേ ഇതാണോ ഒരു പ്രവചന ശബ്ദം? അതേ ദൈവമേ, ഇതാണോ ഒരു പ്രവചന ശബ്ദം? നീ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു. നീ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു. അവൻ അത് മറ്റൊരാളിലൂടെയല്ല, നീ നിന്നിലൂടെ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു. കരമടിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ കരമടിച്ചോ. ശബ്ദമുയർത്താൻ കഴിയുന്നവരുണ്ടെങ്കിൽ ശബ്ദമുയർത്തിക്കോ. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ചിലരുടെ ചരിത്രം മാറുന്നത് പോലെ, ചരിത്രം മാറുന്നത് പോലെ you are going to be blessed by the heavenly Father. സ്വർഗീയ പിതാവിനാൽ ഇന്ന് പകൽ നീ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു. നമ്മെ ഭരിക്കുന്ന അവൻ ഇതുവരെ മറ്റുള്ളവർ പറഞ്ഞു കേട്ട വാക്കുണ്ട്. നമ്മെ ഭരിക്കുന്ന മറ്റുള്ളവർ പറഞ്ഞു കേട്ട വേദനയുണ്ട്. നമ്മെ ഭരിക്കുന്ന മറ്റുള്ളവർ പറഞ്ഞു വെച്ച സാഹചര്യമുണ്ട്. എന്നാൽ ഇന്ന് പകൽ നീ നിന്നെ നോക്കി പ്രവചിക്ക. നിന്നെ നോക്കി പ്രവചിക്കുഞ്ഞ്, സഹോദര സഹോദരി, മാതാവേ പിതാവേ, കൊച്ചുകുഞ്ഞ്, നീ നിന്നെ നോക്കി പറ, ഞാൻ അനുഗ്രഹിക്കപ്പെടും. ഞാൻ അനുഗ്രഹിക്കപ്പെടും. എന്റെ ദൈവത്താൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. എന്റെ ദൈവത്താൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ആമേൻ, ഹല്ലേലൂയ. 24-ൽ 2024-ൽ നിന്റെ ലൈഫ് മാറുമെന്ന്, നിന്റെ ലൈഫ് മാറുമെന്ന് നീ നിന്നോട് തന്നെ പ്രവചിക്കുന്ന ഒരു പ്രവാചകിയായിട്ടൊന്ന് മാറിക്കേ. നീ നിന്നോട് തന്നെ പ്രവചിക്കുന്ന ഫെബ്രുവരി മാസത്തിലും ഏപ്രിൽ മാസത്തിലും, മന്ത് ഓഫ് ഫെബ്രുവരി ആൻഡ് മന്ത് ഓഫ് ഏപ്രിൽ ചിലരുടെ ചരിത്രം മാറുമെന്ന് ഞാൻ ആത്മാവിൽ ഇതിനകത്ത് ദൂത് പറയുക. പ്രിയ മേഘ ദൈവമൈതലേ, ഞാൻ നിന്നോട് ദൂത് പറയുക. ഇതൊരു ദൈവാത്മാവിന്റെ ശബ്ദമാണ്. എന്നോട് കർത്താവ് പറയുന്നു, നിന്റെ ചരിത്രം മാറുന്നത് പോലെ you will be blessed. നീ അനുഗ്രഹിക്കപ്പെട്ടവളാണ് എന്ന് ഇപ്പോഴേ ഞാൻ പ്രഖ്യാപിക്കുന്നു. നിന്റെ ചരിത്രം മാറാൻ പോകുന്നു. 2 മാസമല്ല ദൈവാത്മാവ് എഴുതി കാണിക്കുന്നു. മന്ത് ഓഫ് ഫെബ്രുവരി, മന്ത് ഓഫ് ഏപ്രിൽ, ഇതിനകത്ത് ചിലരുടെ ചരിത്രപരമായ മാറ്റങ്ങൾ, അത്ഭുതമെന്ന് ഞാൻ പറഞ്ഞോട്ടെ, അത്ഭുതമെന്ന് വേണ്ടി ഞാൻ ഉപയോഗിച്ചോട്ടെ, അത് ഇതിനകത്ത് സംഭവിക്കുന്നു. ൂരമന തലവേദകൻ അത്ഭല ബൗഡവരാതല രഗമന. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗഖ്യമില്ലാത്ത വിഷയങ്ങളെ നോക്കി ഇന്നു പകൽ ആത്മാവിൽ പറയാമോ, യേശുവിൻ നാമത്തിൽ ഞാൻ സൗഖ്യമാകുന്നു, യേശുവിൻ നാമത്തിൽ ഞാൻ സൗഖ്യമാകുന്നു. വിടുതലില്ലാത്ത വിഷയത്തെ നോക്കി ആത്മാവിൽ പറയാമോ, യേശുവിൻ നാമത്തിൽ ഞാൻ വിടുവിക്കപ്പെടുന്നു, യേശുവിൻ നാമത്തിൽ ഞാൻ വിടുവിക്കപ്പെടുന്നു. ഞാൻ ഇത് ആത്മാവിൽ ചിലരോട് പ്രവചിക്കുകയാണ്. യേശുവിൻ നാമത്തിൽ നീ വിടുവിക്കപ്പെടുന്നു, 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 യേശുവിൻ നാമത്തിൽ നീ വിടുവിക്കപ്പെടുന്നു. നീ ഒരു
അത്ഭുത സാക്ഷിയായി മാറാൻ പോകുകയാണ്. ഇതിനകത്ത് ചില കുഞ്ഞുങ്ങൾ അത്ഭുത സാക്ഷിയായി മാറാൻ പോകുകയാണ്. ഈ സഹോദരിമാരുടെ ഭാഗത്ത് ശക്തമായ ഒരു ദൈവ സാന്നിധ്യത്തിന്റെ എന്റെ വാക്യം ഉപയോഗിക്കുക. ഒരു ഡെലിവറൻസ് ഡേ ആയി ഇന്ന് പകൽ എന്നെ സ്വർഗം മാറ്റുന്നു. എന്റെ ഈ വലതുഭാഗത്ത് ദൂതന്മാർ ഇറങ്ങി നിൽക്കുന്നത് എനിക്ക് കാണാം. ദൂതന്മാർ ഒരു സൈന്യമായി ദൂതന്മാർ ഇറങ്ങി നിന്നിട്ട് ആമേൻ ആത്മാവിൽ ചിലതിൽ നിന്ന് വിടുവിക്കുകയാണ്. ഈ റൈറ്റ് സൈഡിൽ ഭയങ്കര ദൈവമഹത്വം വ്യാപരിക്കുന്നു. ചരിത്രപരമായ മാറ്റം. ഇതൊരു ഊഹാഭോഗം പറയുകയല്ല, ഇത് ചിലരെ ഇളക്കാൻ പറയുകയല്ല. ഇത് ഇന്ന് പകൽ ആത്മാവിൽ സംഭവിക്കുന്ന കാര്യമാണ്. ഇതിനകത്ത് അതൊരു ശക്തിയാണ്. ഓ ഹരമ ശേധനാരമ രമണേ Hallelujah, hallelujah. വൈഡാരകടം ധീരബലം ധരയം ശബലം ധേരകടേരകടം ധീരാരകടം ധീരബലം ധരയം ശബലം ധേ ചൂടബലം ധരയം ശബലം ധേരകടാരകടം ധീരാരകടം ധീരബലം ധേരകടേ. ഹല്ലേലൂയ ഹല്ലേലൂയ. Yes, Lord. Rabashatala Rabana Hatala Rabana Rikabana Shamdara Jagana Radal Kadaga Haduri Manajana Radal Kadaga Manadar. ഓക്കെ, കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അവിടെ നിന്ന് അനുഗ്രഹിക്കട്ടെ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 3 ഞായറാഴ്ചകളായി നമ്മൾ ദൈവാലയം ദൈവസഭ എന്ന വിഷയവുമായി കണക്ട് ചെയ്തുള്ള ദൈവവചന ധ്യാനത്തിൻ്റെ മുൻപിലാണ് നമ്മൾ പോകുന്നത്. ആലയവുമായി ബന്ധപ്പെട്ട് ആലയത്തിനകത്ത് പ്രധാനമായും ഉണ്ടാകേണ്ട 6 പ്രധാനപ്പെട്ട അനുഭവങ്ങൾ ദൈവാത്മാവിൻ്റെ അകത്ത് കൈമാറിയതിൻ്റെ ഒന്നാമത്തെ ഭാഗത്താണ് കഴിഞ്ഞ ദിവസങ്ങളായി നമ്മൾ നിൽക്കുന്നത്. ഇന്നും കൂടെ ഈ സൺഡേ കൂടെ ദൈവം അനുവദിച്ച് നമ്മൾ അവിടെ തന്നെ തുടരാനാണ് ആഗ്രഹിക്കുന്നത്. അടുത്ത അനുഭവത്തിലേക്ക്, രണ്ടാമത്തെ അനുഭവത്തിലേക്ക് നമ്മൾ അടുത്ത ദിവസങ്ങളിലേക്ക് പോകാം എന്ന് അവിടുന്ന് ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ആലയത്തിനകത്ത് ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും പരമപ്രധാനമായ കാര്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്, ഒന്ന്, ആലയത്തിനകത്ത് എന്തുണ്ടായിരിക്കണം? ഉറക്കെ പറ. നിങ്ങൾ ഉറക്കെ പറയുന്നില്ല, നിങ്ങളെ എഴുന്നേപ്പിച്ച് നിർത്തി ഇവിടെ കൊണ്ടുവന്ന് ഞാൻ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും. പ്രൈസല്ലോ, ഉറക്കെ പറഞ്ഞാട്ടെ. പ്രൈസല്ലോ, ഹല്ലേലൂയ. അപ്പം മുന്നോട്ട് വരാൻ വലിയ താല്പര്യമില്ലെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ ഇവിടെ നിൽക്കാം. ഓക്കെ, ആലയത്തിനകത്ത് കുറയാതിരിക്കേണ്ടതും ആലയത്തിനകത്ത് നിന്നു പോകാതിരിക്കേണ്ടതുമായ ഒരനുഭവമാണ് എന്ത്? ആരാധന. ഓക്കെ, ഇന്ന് അല്പം വ്യത്യസ്തമായിട്ടാണ് നമ്മൾ അതിനെ ഒന്ന് കണക്ട് ചെയ്ത് പോകാൻ പോകുന്നത്. ഞാൻ ഈ ഒരു ഇതിൽ തന്നെ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുക. ആമേൻ, ഹല്ലേലൂയ. ആലയത്തിനകത്ത് ആരാധന ഉയരണമെങ്കിൽ ആലയത്തിനകത്ത് ആര് വേണം? അല്ലെങ്കിൽ ആരൊക്കെ വേണം? ആരാധന ആലയത്തിനകത്തുണ്ടാവണമെങ്കിൽ ആലയത്തിനകത്ത് ആരൊക്കെ വേണം? ആരാധിക്കുന്നവനും വേണം, ആരാധന സ്വീകരിക്കുന്ന ആളും വേണം. ഇല്ലെങ്കിൽ അത് രണ്ടും ഒരിക്കലും എന്ത് ചെയ്യത്തില്ല,
പൂർണ്ണമാകത്തില്ല. ആരാധന സ്വീകരിക്കുന്നയാൾ ആലയത്തിനകത്ത് വരുമെന്ന് ആയിരക്കണക്കിന് വാക്യങ്ങളിലൂടെ ജീവിത അനുഭവത്തിലൂടെ പരസ്യമായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ 2 അനുഭവങ്ങൾ പെട്ടെന്ന് കമ്പിവാചകത്തിൽ പറഞ്ഞ് ഞാൻ പോകാം. ആരാധന എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. എന്താണ്? ദൈവത്തിൻ്റെ കൽപ്പനയാണ്. സ്നാനത്തെക്കുറിച്ച് നമ്മൾ തിരുവചനത്തിൽ പറയുന്നു. സ്നാനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ എന്താ? ആലോചനയാണ്. അതൊരാലോചനയാണ് സ്നാനം. ഈ വാക്ക് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, മിസ്ലീഡ് ചെയ്യപ്പെട്ടു പോകല്. സ്നാനത്തെക്കാൾ അധികം ദൈവം ഒരു ദൈവ പൈതലിൽ നിന്ന് ആഗ്രഹിക്കുന്ന അനുഭവമാണ് ആരാധന എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ 2 പദം പറഞ്ഞത്. ആരാധന എന്ന് പറയുന്നത് ഒരു കൽപ്പനയാണ്. അതിനെ പഴയ നിയമത്തിൽ കൊടുത്തിരിക്കുന്നത് ആമേൻ ഹല്ലേലൂയ കൽപ്പനകളുമായി ബന്ധപ്പെട്ട. പെട്ടെന്ന് പദം വാക്യം ഒന്ന് വായിക്കാമോ? പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 8, 9, 10, 11 വാക്യങ്ങൾ പെട്ടെന്നൊന്ന് വായിച്ചു. നമുക്ക് അതിനെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേഗത്തിൽ വരാം. നിങ്ങൾ എൻ്റെ കൂടെ ഈ വചന ധ്യാനത്തിന് മുമ്പിൽ ഉണ്ടാകുക. ആമേൻ. ഇത് നമുക്ക് പുതിയ വർഷത്തിനകത്ത് ചർച്ചിൽ ഇന്ന് വരെ വന്നിട്ടില്ലാത്തതുപോലെയുള്ള ദൈവ സാന്നിധ്യത്തിൻ്റെ അസാധാരണമായ ആരാധനയുടെ അനുഭവം നമ്മുടെ അകത്തു നിന്ന് വെളിപ്പെട്ടു വരണം. അതുകൊണ്ടാണ് നമ്മൾ ഈ വചനത്തെ ശാന്തമായി നമ്മൾ ദൈവസന്നിധിയിൽ കൊണ്ടുപോകുന്നത്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 8 മുതൽ. ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേല മുഴുവൻ ചെയ്ത് 7-ാം ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ ശബത്താകുന്നു. അന്ന് നീയും നിന്റെ പുത്രനും പുത്രിയും നിന്റെ വേലക്കാരനും എന്തോ ചെയ്യരുത്. ഇതാണ് പഴയ നിയമത്തിനകത്ത് ആരാധനയ്ക്ക് കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ്. ഇതൊരു കൽപ്പനയാണ്. 10 കൽപ്പനകളിൽ കർത്താവ് കൊടുത്തിരിക്കുന്നതിനകത്ത് വ്യക്തമായി കൊടുത്തിരിക്കുന്നതാണ് ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കുക. നിങ്ങളെ ഗൗരവം ഒന്ന് മനസ്സിലാക്കുക. ഇനി പഴയ നിയമത്തിനേക്കാൾ ഒന്നും കൂടെ ഗൗരവമായിട്ട് പുതിയ നിയമത്തിൽ വരുമ്പോൾ ഈ ആരാധനയെ കൊടുത്തിരിക്കുന്ന പദം പോകാം. എബ്രായ ലേഖനം 10-ാം അധ്യായം 24-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 10 വേഴ്സ് 24. 10:24. ചിലര് ചെയ്യുന്നത് പോലെ നിങ്ങളുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ. കണ്ടോ? ചിലര് ചെയ്യുന്നത് പോലെ സഭായോഗത്തെ എന്തു ചെയ്യരുത്? എന്താ അതിൻ്റെ അർത്ഥം? സഭായോഗത്തിൻ്റെ അകത്താണ് ദൈവത്തെ ആരാധിക്കേണ്ട ദിവസം. നിങ്ങൾക്ക് പിടികിട്ടുന്നു? ഇത് ഗൗരവം മാറിയില്ല. പഴയ നിയമത്തിലെ കൽപ്പന അതേപോലെ തന്നെ ഒന്നും കൂടെ നമുക്കറിയാം. പഴയ നിയമത്തിൽ ജീവിക്കുന്നതിനേക്കാൾ ഗൗരവമേറിയ അനുഭവമാണ് പുതിയ നിയമത്തിലെ ജീവിതം. ആണോ അല്ലയോ? പഴയ നിയമത്തിൽ കൊലപാതകം ചെയ്യണമെങ്കിൽ കൊല്ലണമായിരുന്നു. പുതിയ നിയമത്തിൽ കൊല്ലണ്ട. ഉള്ളിൽ നിന്ന് നിസാര എന്നൊന്ന് വിചാരിച്ചാൽ ഇത് പുള്ളിയല്ല വലിയ പുള്ളി തീർന്നു, കൊലപാതകമായി. ആണോ അല്ലയോ? അല്ലേ? നിങ്ങൾ എൻ്റെ അടുക്ക പറയണം. പഴയ നിയമത്തിനകത്ത് വ്യഭിചാരം ചെയ്യുന്നത് വേറെ ബന്ധത്തിനകത്തേക്ക് പോകുമ്പോൾ പുതിയ നിയമത്തിൽ പറയുന്നത് അങ്ങനൊന്നും വേണ്ട. കണ്ണുകൊണ്ട് നോക്കി മോഹിച്ചാൽ നീ എന്ത് ചെയ്തു? പാപം ചെയ്തു. പഴയ നിയമത്തിനകത്ത് മോഷ്ടിക്കണമെങ്കിൽ ഞാൻ എടുത്തോണ്ട് പോകണമായിരുന്നു. പക്ഷെ പുതിയ നിയമത്തിൽ വന്നപ്പോൾ അത് വേണ്ട. കള്ളനാകാൻ അത് വേണ്ട. അത് കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ള മോഹം മതി. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ആരാധനയുമായിട്ടുള്ള ബന്ധത്തിലേക്ക് അതേ ഗൗരവത്തിൽ തന്നെ നോക്കിക്കേ. പഴയ നിയമത്തിൽ ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കുമ്പം പുതിയ നിയമത്തിൽ പറയുക, എനിക്ക് ആ പദമാണ് എന്നെ ഭയങ്കരമായിട്ട് പിടിച്ചു കുലുക്കി ഇങ്ങനെ കൊണ്ടു നടന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടുത്തെ പദം നിങ്ങൾ ശ്രദ്ധിക്കണം. ചിലര് ചെയ്യുന്നത് പോലെ
നിങ്ങളുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട്. 24-ാമത്തെ വാക്യം, ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ. എപ്പോഴാണ് ഒരു കാര്യം, ഒരു സംഭവം എനിക്ക് വേണ്ട എന്ന് നാം ഉപേക്ഷിക്കുന്നത്? ഒരു ബന്ധമായിക്കോട്ടെ, ഒരു വസ്തുവായിക്കോട്ടെ, ഒരു എന്തുമായിക്കോട്ടെ, ഉപേക്ഷിക്കുന്നത് എപ്പോഴാ? മടുക്കുമ്പം, അടുത്തത് പന്നലാകുമ്പം, ചീത്തയാകുമ്പം. എപ്പോഴാ ഉപേക്ഷിക്കുന്നത്? അതിലിൻ്റെ കൂടെ ഞാൻ പോവുക. മടുക്കുമ്പം, അമല പറഞ്ഞ അഴുക്കാകുമ്പം. ആരാധനയെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും എന്ത് ചെയ്യത്തില്ല, അഴുക്കാകത്തില്ല. പക്ഷേ ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? സ്തോത്രം. ഇനി ഇവിടെ നമ്മൾ 1-2 അനുഭവങ്ങളിലേക്ക്, ഞാൻ മുകളിൽ കർത്താവിൻ്റെ മേശയുമായിട്ടുള്ള ബന്ധത്തിൽ വായിച്ച ആ വചനത്തിലേക്ക് ഒന്ന് നമ്മൾ പുറകോട്ട് പോവുകയാണ്. എങ്കിലേ നമുക്ക് അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ 19-ാമത്തെ വാക്യം തുടങ്ങി ഒന്നുകൂടെ പോവുകയാണ്. യേശു തൻ്റെ ദേഹമെന്ന തിരശീലയിൽ കൂടെ നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴി. എല്ലാവരും പറഞ്ഞാട്ട്, ജീവനുള്ള പുതുവഴി. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ജീവനുള്ള പുതുവഴി? ഈ ജീവനുള്ള പുതുവഴിക്ക് വചനത്തിൽ വ്യക്തമായി കൊടുക്കുന്ന ഒരു അനുഭവമാണ്. ആരാധിക്കുന്ന ഒരുവനുണ്ടെങ്കിൽ അവരുടെ ലൈഫിനകത്ത് ദൈവത്തിൻ്റെ പുതുവഴികൾ തുറന്നുകൊണ്ടേയിരിക്കും. സ്തോത്രം. നിങ്ങൾ എവിടെയും നോക്കണം, ആത്മയുദ്ധം നടക്കുന്നത് വചനം പ്രസംഗിക്കുന്നവരെക്കാൾ കൂടുതൽ ആരാധിക്കുന്നവരുടെ മുൻപിലാണ്. ഒന്നുകൂടെ പറയാം, യുദ്ധങ്ങൾ ശക്തമായി നടക്കുന്നത് വചനം പ്രസംഗിക്കുന്നവരെക്കാൾ, പ്രവചിക്കുന്നവരെക്കാൾ ആരാധിക്കുന്നവരുടെ മുൻപിലാണ്. പ്രധാന ദൂതന്മാരായിരുന്ന ഗബ്രിയേലും മിഹായേലും ലൂസിഫറും അടങ്ങുന്ന ഈ 3 ദൂതന്മാരുടെ ഗ്രൂപ്പിനകത്ത് പോലും ഗബ്രിയേൽ ദൂതനെ സംബന്ധിച്ചിടത്തോളം ഒരു മെസ്സഞ്ചറാണ്, ദൂതുവാഹകനാണ്. എൻ്റെ ഭാഷയിൽ ഒരു പ്രാസംഗികനാണ്, ഒരു നല്ല വചനം പ്രസംഗിക്കുന്ന ആളാണ്, നല്ല സന്ദേശം കൈമാറുന്ന ആളാണ്. ആമേൻ, ഹല്ലേലൂയ. അദ്ദേഹം വരുന്നതെല്ലാം സദ്വർത്തമാനവുമായിട്ടാണ്, ഗുഡ് ന്യൂസുമായിട്ടാണ്, എപ്പോഴും നല്ല വാക്കുകൾ കൊണ്ട് വരുന്ന ഗബ്രിയേലാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മിഹായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മമണ്ഡലത്തിലെ യുദ്ധമായി നിൽക്കുന്ന അല്ലെങ്കിൽ എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ വാർഫെയറുമായി നിൽക്കുന്ന ഒരനുഭവമാണ്. ഒന്നും കൂടെ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ദൈവം കൊടുക്കുന്ന ദൂതിനെ പിടിച്ചു വാങ്ങിച്ചു കൊടുക്കാൻ, ദൈവം പറയുന്ന ദൂതുകളെ ആത്മാവിൽ സ്വീകരിച്ച് എടുത്തു കൊടുക്കാൻ ശക്തമായി നിൽക്കുന്ന ഒരു ഏഞ്ചലാണ്. ഇനി എൻ്റെ സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവരെക്കാളൊക്കെ ശക്തനായ ഏഞ്ചൽ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ, ഇവരെക്കാളൊക്കെ സുന്ദരനായ ഏഞ്ചൽ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ, ഇവരെക്കാളൊക്കെ കഴിവുള്ള ഏഞ്ചൽ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ, ഇവരെക്കാളൊക്കെ പ്രാധാന്യമുള്ള ഏഞ്ചൽ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ, സംശയമില്ലാതെ നമുക്ക് പറയാൻ പറ്റും, അതായിരുന്നു ആര്? ലൂസിഫർ. പക്ഷെ ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ അകത്തിപ്പോൾ ഒരു ഭയം, ഒരു വിരക്തി, ഒരു മോശമായ അനുഭവം ഉണ്ടാകുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, തൻ്റെ മേൽ വ്യാപരിച്ചിരുന്ന അഭിഷേകത്തിൻ്റെ ശക്തിയെ ആത്മമണ്ഡലത്തിൽ വന്ന യുദ്ധത്തിൽ തിരിച്ച് പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആരാധിച്ചു കൊണ്ടിരുന്നവൻ അവൻ തകർന്നു പോയതാണ്. സ്തോത്രം. നമുക്കിപ്പോൾ ഇവിടെ കീബോർഡ് അല്പമെങ്കിലും വായിക്കണമെങ്കിൽ നെവിൻ്റെ ഹെൽപ്പ് വേണം. മനോജ് ബാസു നന്നായി വർഷിപ്പ് ചെയ്യും, പക്ഷേ കീബോർഡ് എന്ന് പറയുമ്പം കോഡ് പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അപ്പുറത്ത് അതിൻ്റെ അടുക്ക പോയി നിൽക്കുന്നതും കണ്ടിട്ടുണ്ട്, ഇതുവരെ അത് തൊടുന്നത് ഞാൻ കണ്ടിട്ടില്ല. സ്തോത്രം. പക്ഷേ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, നമുക്കിവിടെ പല ഉപകരണങ്ങൾ വായിക്കണമെങ്കിൽ പലരുടെയും ഹെൽപ്പ് വേണം.
പല മാൻ പവർ നമുക്ക് വേണം. പക്ഷേ ലൂസിഫറിനെ സംബന്ധിച്ചിടത്തോളം ഓരോ വിരലുകളിൽ നിന്നും ഓരോ ചിറകുകളിൽ നിന്നും ആമേൻ ഹല്ലേലൂയ ഓരോ ഇൻസ്ട്രുമെന്റ്സുകൾ വരുന്ന എന്ന് പറഞ്ഞാൽ എല്ലാ ഇൻസ്ട്രുമെന്റ്സുകളും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന, അതോടൊപ്പം ശബ്ദത്തിന്റെ മാധുര്യത്തിലും ഒരുപോലെ ആരാധിക്കാൻ കഴിയുന്ന, അതോടൊപ്പം രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ 24 മണിക്കൂറും ഒരേപോലെ ആരാധിക്കാൻ കഴിയുന്ന ഒരു ശക്തനായ, ഇന്നത്തെ നമ്മുടെ വാക്കുപയോഗിച്ചാൽ ശക്തനായ ഒരു വർഷിപ്പ് ലീഡർ ആയിരുന്നു ആര്? ലൂസിഫർ. പക്ഷെ യുദ്ധം വന്നത് മെസ്സേജ് കൊടുക്കുന്ന ഗബ്രിയേലിനേക്കാൾ, ആമേൻ ഹല്ലേലൂയ, സ്പിരിച്വൽ വാർഫെയർ ചെയ്യുന്ന മിഖായേലിനേക്കാൾ യുദ്ധം വന്നത് എങ്ങനെങ്കിലും ലൂസിഫറിന്റെ മേലുള്ള ശുശ്രൂഷ ഇല്ലാതാക്കണം. ഇത് തന്നെയാണ് ഇന്ന് ലോക്കൽ ബോഡി ചർച്ചിനകത്ത് സംഭവിക്കുന്നത്. അന്യഭാഷയിൽ ആരാധിക്കുന്ന ഒരുവൻ എഴുന്നേറ്റാൽ, അന്യഭാഷയിൽ ആരാധിക്കുന്ന ഒരുവൻ എഴുന്നേറ്റാൽ, അന്യഭാഷയിൽ നൃത്തം ചെയ്യുന്ന ഒരാൾ എഴുന്നേറ്റാൽ, അന്യഭാഷയിൽ പറഞ്ഞ് സന്തോഷത്തോടെ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം പറയുന്ന ഒരാൾ എഴുന്നേറ്റാൽ, 4 പേര് കൂടുന്നിടത്ത് 4 ദിക്കിൽ നിന്നും ആ വ്യക്തിയെ നോക്കി നിന്ന് ആമേൻ നമ്മൾ എങ്ങനെങ്കിലും അവരുടെ ആരാധനയെ ഒന്ന് ഡൗൺ ആക്കാൻ, ആമേൻ ഹല്ലേലൂയ, നിങ്ങൾ എന്നോട് തുറന്ന് സമ്മതിക്കുമോ? ഇന്നലകളിൽ ആരാധിച്ചതുപോലെ ഇന്നും ഞാൻ ദൈവത്തെ മതിമറന്ന് ആരാധിക്കുന്ന ഒരുവളാണ് എന്ന് സമ്മതിക്കാൻ പറ്റുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്? ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇന്നലകളിൽ ആരാധിച്ചതുപോലെ. പക്ഷേ കഥാമൃദാസൻ ഒരു സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞു, ഞാൻ അതിനെ അദ്ദേഹത്തിന്റെ അനുവാദം ഇല്ലാതെ തന്നെ ഞാൻ അതിനെ ഒന്ന് തിരുത്തുകയാണ്. കട്ടിയുമല്ല, കണ്ണിക്കുമല്ല, അങ്ങനെ ചിന്തിക്കരുത്. ആമേ, അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ്സ് എത്രയോ അർത്ഥവത്താണ്. ഞാനും നിങ്ങളും അഭിഷേകം പ്രാപിച്ച ദൈവമക്കളാ. എത്ര പേർ ചേർന്ന് രാമൻ പറയും? നമ്മുടെ കരം ഉപയോഗിച്ച് നമ്മുടെ ശിരസിൽ വെച്ച് നമുക്ക് നമ്മളെ ഒന്ന് അനുഗ്രഹിക്കാൻ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ അടുത്ത സ്റ്റേറ്റ്മെന്റ്സ്, അതിൽ ഞാൻ കൂടെയാണ് 100%. അടുത്തത്, ഇവിടെ നിന്ന് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ, അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഇവിടെ നിന്ന് അദ്ദേഹം 2 തവണ ആവർത്തിച്ചിട്ടും ആർക്കും വലതു കൈ ഉള്ളവരായിട്ട് അദ്ദേഹത്തിന് ഇവിടെ നിന്ന് തോന്നാഞ്ഞത് കൊണ്ടാ. പക്ഷേ നമ്മുടെ വലത് കരം വെച്ച് ആലയത്തിന്റെ അകത്തിരുന്ന് നമ്മളെ തന്നെ നമ്മൾ ബ്ലസ് ചെയ്യുന്നത് പോലെ, രഹസ്യമായി ചെയ്യല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. മാക്സിമം എപ്പോഴും ചെയ്യണം, എവിടെയും ചെയ്യണം, യാത്രയിൽ ചെയ്യണം. പക്ഷെ എന്റെ കാര്യം ആലയത്തിനകത്ത് വന്നത് ഒരു കാഴ്ച കാണാനല്ല, ആലയത്തിനകത്ത് വന്നത് വേറൊന്നിനുമല്ല. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നേർച്ച നേരം വന്നതല്ല, കാഴ്ച വയ്ക്കാൻ വന്നതല്ല. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ വന്നതാ. ആ ആരാധിക്കാൻ വന്ന് നമുക്ക് അവൻ ഈ പദം തിരിച്ചറിയണം. യുദ്ധമുള്ളത് നിന്റെ ആരാധനയിലാണ്. അത് വെളിപ്പെടണം നമ്മുടെ അകത്ത് നിന്ന്. അതുകൊണ്ട് ആരാധിക്കുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ പറയാ, ആരെതിർത്താലും, ആര് നോ പറഞ്ഞാലും, ആരെന്തു പറഞ്ഞാലും, നീ വ്യക്തിപരമായി കരമുയർത്തേണ്ടപ്പോ കരമുയർത്തി, നൃത്തം ചെയ്യേണ്ടപ്പോ നൃത്തം ചെയ്ത്, ആമേൻ കരമടിക്കേണ്ടപ്പോ കരമടിച്ച്, സന്തോഷത്തോടെ ആമേൻ പറയേണ്ടപ്പോ നിങ്ങൾ ആമേൻ പറഞ്ഞ് നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നവരായി മാറണം. മടി കാണിക്കരുത്. ഓ ശാലാരാമാന ശാന്തരാധന. കഴിഞ്ഞ ദിവസം ജേസനോട് പറഞ്ഞു, അങ്കിളെ എനിക്ക് ചില സമയത്ത് അവിടെ ഇരിക്കുമ്പോൾ അവന് എഴുന്നേറ്റ് നിന്നങ്ങ് സ്തോത്രം ചെയ്യണമെന്ന് തോന്നും. പക്ഷെ ഇടയ്ക്കായതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇടയ്ക്കായതുകൊണ്ട് എന്നാ കുഴപ്പം? സ്തോത്രം. ഞാൻ ഈ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന നിമിഷത്തിൽ നിങ്ങൾക്ക് ആത്മനിയോഗത്തിൽ നിങ്ങളുടെ കരമടിച്ച് ദൈവത്തിന് അന്യഭാഷയിൽ സ്തോത്രം ചെയ്യാൻ നിങ്ങളുടെ അകത്ത് ദൈവാത്മാവിന്റെ ഒരു നിയോഗം, ഒരു ആരാധനയുടെ അഭിഷേകം നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നെങ്കിൽ അതിനെ തടയാൻ പാസ്റ്റർ എന്ന നിലയിൽ ഞാൻ ആരാ? സഭയുടെ ലീഡർഷിപ്പ് എന്ന നിലയിൽ ആരാണ് എൽഡേഴ്സ്? നോ. ദൈവാത്മാവിന്റെ ശുശ്രൂഷകളെ ആത്മാവിൽ തടയാൻ നമ്മൾ ആരുമല്ല. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ആലയത്തിന്റെ അകത്ത് വരേണ്ടതാണ് ആരാധന. ആലയത്തിന്റെ അകത്തുനിന്ന് ഉയരേണ്ടതാണ് ആരാധന. ഇനി ഒന്നുകൂടെ പുറകോട്ട് പോകാം. വചനം പറഞ്ഞ പ്രാരംഭത്തിലെ പറഞ്ഞ വാക്കുകൾ, ഈ മെസ്സേജ് തുടങ്ങുമ്പോൾ പറഞ്ഞ, കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞത്, നമ്മൾ ദൈവത്തിന്റെ മന്ദിരമാണ്, അല്ലേ? ഈ മന്ദിരത്തിനകത്തുനിന്ന് എന്താ വരേണ്ടത്? പറഞ്ഞേ, പറ. ആരാധന പുറത്തു വരണം. അത് കൈയടിച്ച് ആരാധിക്കാം. ഞാൻ ഇതിന്റെ ക്ലോസിംഗ് ഇതിലേക്ക് പോകുന്ന അനുഭവത്തിൽ ആമേൻ ഹല്ലേലൂയ, അടുത്ത ഇതിലേക്ക് പോകുമ്പോൾ ഞാൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അത് കൊണ്ടുവരാം. എങ്ങനെയൊക്കെ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ആമേൻ. ഒറ്റപ്പദം മാത്രം ഇപ്പൊ പറയാം, എങ്ങനെയും ദൈവത്തെ ആരാധിക്കാം. ആമേൻ ഹല്ലേലൂയ. നൃത്തം ചെയ്ത് ആരാധിച്ചവർ ഇതിനകത്തുണ്ട്,
കമഴ്ന്നു വീണ് ആരാധിച്ചവർ ഇതിനകത്തുണ്ട്, കരമടിച്ച് ആരാധിച്ചവർ ഇതിനകത്തുണ്ട്. നൃത്തം ചെയ്യുന്നവരൊക്കെ കണ്ടിട്ട് ആമേൻ ആൾക്കാർ പറഞ്ഞു, എടാ ഈ പൊസിഷന് പറ്റിയതല്ല നൃത്തം. പക്ഷെ പുള്ളി പറയാ, ഈ പൊസിഷനിൽ എന്നെ കൊണ്ടുവന്നത് ഈ നൃത്തമാ. പക്ഷെ നമുക്ക് പറ്റിപ്പോയത് എന്നാന്ന് ചോദിച്ചാൽ, പാസ്റ്റർ ആയപ്പോൾ ആരാധിക്കുമായിരുന്നു, ആമേൻ ഡിസ്ട്രിക്ട് പാസ്റ്റർ ആയപ്പോൾ ആരാധനയുടെ ലെവല് മാറി. ആമേൻ അല്പം കൂടെ പൊസിഷൻ വന്നപ്പം ആമേൻ ഹല്ലേലൂയ, ആമേൻ നമ്മുടെ ആരാധനയുടെ ലെവല് മാറി. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം ശക്തമായി ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടുന്ന ഒരു അഭിഷിക്തൻ എന്നോട് പറഞ്ഞൊരു വാക്ക് എനിക്ക് വേദനയോട് തോന്നി. എന്നോട് പറഞ്ഞു, കർത്താനദാസനെ ഈ ദിവസങ്ങളിൽ ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ആമേൻ ഓരോ ആത്മീയ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം പറയാം, പക്ഷെ ചില വേദികളിൽ ചെല്ലുമ്പോൾ ആമേൻ ദൈവ നിയോഗത്തിൽ ശക്തമായി ദൂത് പറയുമ്പോഴും അവിടെ ഇരിക്കുന്ന പാസ്റ്റർമാരുടെ ഇരിപ്പും മയക്കവും തൂക്കവും കാണുമ്പോൾ ആമേൻ ഭയങ്കര വിഷമമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വേദിയോ സദസ്സോ അല്ല എന്റെയും നിങ്ങളുടെയും ആത്മീയത്തിന്റെ അളവുകോൽ എന്ന് പറയുന്നത്. ആമേൻ. ചിലരുടെ അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ ജനമെല്ലാം ആരാധിക്കണം, ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ ജനമെല്ലാം സ്തോത്രം പറയണം, പക്ഷെ വേറെ ആൾ ശുശ്രൂഷിക്കുമ്പോൾ ഞാൻ ചുമ്മാ ഇരിക്കത്തേ ഉള്ളൂ. സ്തോത്രം. ഇപ്പൊ മനോജ് ബാസു വർഷിപ്പ് ലീഡ് ചെയ്യുമ്പോൾ ആമേൻ ഞാൻ അവിടെ ചുമ്മാ ഇരിക്കും. അത് അദ്ദേഹത്തിന്റെ റോളാണ്, അദ്ദേഹം എന്നാ വേണം ചെയ്യട്ടെ. ആമേൻ ഹല്ലേലൂയ. പക്ഷെ ഞാൻ വചനം പറയുമ്പോൾ അദ്ദേഹം അങ്ങനല്ല. ആമേൻ. ഇത് ആര് ചെയ്യുന്നു എന്നല്ല, ഇത് പാസ്റ്റർ മനോജ് അല്ല, ഇത് പാസ്റ്റർ സാം അല്ല, ഇതിവിടെ വേറൊരു വ്യക്തിയല്ല, എക്സ് ഓർ വൈ അല്ല, ഞാനും നിങ്ങളും വ്യക്തിപരമായി ദൈവത്തിന്റെ മുൻപിൽ. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ആലയത്തിന്റെ അകത്ത് ആമേൻ എന്റെ വാക്കാണ്, ചന്ത സ്ഥലത്തൂടാണ് ഞാൻ പോകുന്നതെങ്കിലും, ആമേൻ ഹോസ്പിറ്റലിലൂടാണ് ഞാൻ പോകുന്നെങ്കിലും, എന്റെ അകത്തു നിന്നും ഉയർന്നു വരേണ്ട ഒന്നാണ് ആരാധന. യേശുവിനെ ആരാധിക്കുവാൻ മടിയില്ലാത്തൊരു ദൈവ പൈതൽ ടാമി പ്രയർ സെന്ററിന്റെ അകത്തു നിന്ന് ആത്മാവിൽ ഉയരട്ടെ എന്ന് ഈ മെസ്സേജിന്റെ അകത്ത് ഞാൻ അവിടെ ആഗ്രഹിക്കുകയാണ്. എവിടെയാണെങ്കിലും ആരാധിക്കണം. കാരാഗ്രഹത്തിൽ ആരാധിച്ചില്ലേ? കൈ പൂട്ടി, കാല് പൂട്ടി, വസ്ത്രമില്ല, പുറം അടിച്ചു പൊട്ടിച്ചിട്ടിരിക്കുന്നു. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നു, പ്രവൃത്തി 16:25, അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും ദൈവത്തെ പാടി സ്തുതിച്ചു. അവർ ആരാധിക്കുകയായിരുന്നു. ആ ആരാധനയിലാണ് എന്തു സംഭവിച്ചത്? ആമൻ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങിയത്. ഈ സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങൾ തെറ്റിദ്ധരിക്കല്ല. കൈ രണ്ടും പൂട്ടിയിട്ടും കാല് രണ്ടും ആമത്തിലിട്ടിട്ടും വസ്ത്രം മുഴുവൻ പറിച്ചുരിഞ്ഞിട്ടും പുറം മുഴുവൻ അടിച്ചു പൊട്ടിച്ചിട്ടും തടയാതെ നിർത്തിയ ഒരഭിഷേകമാണ് ആരാധനയെങ്കിൽ, ആ ആരാധനയിൽ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങും. ഇന്ന് പകൽ എവിടെങ്കിലും എന്തെങ്കിലും കുലുക്കം സംഭവിക്കണോ? നിന്റെ കരമൊന്നടിക്കണം, നിന്റെ കാലൊന്ന് ചലിക്കണോ, നിന്റെ അകത്തു നിന്ന് ആത്മാവിനൊരു ചലനം. കരമടിക്കുകയാണെങ്കിൽ യേശുവയ്ക്ക് മഹത്വം കൊടുക്കുന്നു എന്ന പൂർണ്ണ നിശ്ചയത്തോടെ, കരം ശക്തിയോടെ. സമയം പോന്നു, ഞാൻ വേഗത്തിൽ വരട്ടെ. ഇവിടെ എബ്രായ ലേഖന കർത്താവ് ശക്തമായി പറയാണ്, യേശു തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച പുതിയ ഒരു വഴിയാണ്, എൻ്റെ വാക്കിൽ പറഞ്ഞാൽ ഈ ആരാധന. പഴയ നിയമകാലങ്ങളിൽ ഞാനും നിങ്ങളുമായിരുന്ന നാമധേയ ക്രൈസ്തവ അക്രൈസ്തവ അനുഭവങ്ങൾക്കകത്തു നിന്ന് യേശുവിൻ്റെ ദേഹമെന്ന തിരശ്ശീല ചിന്തി നമുക്ക് കാണിച്ചു തന്ന ഏറ്റവും ഒരു പുതിയ വഴിയാണ് ഏത്? സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്ന ആരാധന. അത് വിടരുത്. അത് വിട്ടാൽ യേശുവുമായിട്ടുള്ള ബന്ധം പോയി. സ്തോത്രം. അടുത്തതിലേക്ക് 20-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് സഹായിക്കാമോ പ്ലീസ്? തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനം. വിശുദ്ധ മന്ദിരത്തിനകത്ത് എന്നാ ഉള്ളേ? വിശുദ്ധ മന്ദിരത്തിനകത്ത് എന്താ നടക്കുന്നത്? എത്ര നേരമുള്ള ആരാധന? വിശുദ്ധ മന്ദിരത്തിനകത്തുള്ള ആരാധന എത്ര മണിക്കൂറുണ്ട്? ഹലോ. ആലയത്തിനകത്തുള്ള ആരാധന കാലം പോയി, നാളുകളായി. നമ്മൾക്കിപ്പോൾ 2 മണിക്കൂറിൽ കൂടുതൽ ആരാധന നമുക്ക് പറ്റില്ല. മാക്സിമം ഒരു 2.5 മണിക്കൂറിൽ നമുക്ക് ഇരിക്കാൻ പറ്റില്ല. പക്ഷേ ആലയത്തിനകത്ത്, തിരുവചനത്തിനകത്ത്, വിശുദ്ധ ആലയത്തിനകത്ത്, വിശുദ്ധ സ്ഥലത്തുള്ള ആരാധനയെക്കുറിച്ച് പറയുന്നത്, ദൂതന്മാരുടെ ആരാധനയെക്കുറിച്ച് പറയുന്നത് 24 മണിക്കൂറും എന്ത് നടക്കുക? രാമൻ പറയാവോ? 24 മണിക്കൂറും ആരാധനയാ. അപ്പൊ ഈ വിശുദ്ധ മന്ദിരത്തിലേക്ക് എനിക്കും നിങ്ങൾക്കും പ്രവേശനം കിട്ടിയെന്ന് പറഞ്ഞാൽ, ആമേൻ ഹല്ലേലൂയ, ലിമിറ്റ് ഇല്ലാത്ത അൺലിമിറ്റഡ് ആയ വർഷിപ്പ് പ്ലേസിനകത്തേക്ക് നമുക്കൊരു പ്രവേശനം കിട്ടി. എങ്ങനെ കിട്ടി? യേശു തൻ്റെ ദേഹമെന്ന തിരശ്ശീല നമുക്ക് വേണ്ടി ചിന്തി,
ഇവിടെ പറയാണ് തൻ്റെ രക്തം നമുക്ക് വേണ്ടി തന്നു. അപ്പൊ ഒന്നാമത്തെ വേർഡ് നിങ്ങൾ മറന്നു പോകല്ല, ശരീരം ഒരു തുണി കീറുന്ന പോലെ കീറി. ഈ വാക്ക് നിങ്ങൾ മറന്നു പോകല്ല, ശരീരം ഒരു തുണി കീറുന്ന പോലെ കീറി. 2, ശരീരത്തിൽ നിന്ന് തൻ്റെ രക്തം എന്ത് ചെയ്തു? ആമേൻ. മറ്റൊരു വാക്യം ഉപയോഗിക്കാം, ഉഴവു ചാല് പോലെ ആ ശരീരം കീറിയിട്ട് ആ ശരീരത്തിൽ നിന്ന് രക്തം മുഴുവൻ എന്ത് ചെയ്തു? വാർന്നു. സ്തോത്രം. അങ്ങനെ നമ്മളെ എപ്പോഴും ആരാധന നടക്കുന്ന ഒരാരാധനാലയത്തിലേക്ക്, വിശുദ്ധമായ ആരാധനാലയത്തിലേക്ക്, വിശുദ്ധമായ മന്ദിരത്തിലേക്ക് നമ്മളെ കയറ്റത്തില്ലെന്ന് ശത്രു വാദിച്ച, നമ്മളെ വിട്ടുകൊടുക്കത്തില്ലെന്ന് പാരമ്പര്യം യുദ്ധം ചെയ്ത, നമ്മെ സൗഖ്യമാക്കത്തില്ലെന്ന് രോഗം മല്ലുപിടിച്ച, എല്ലാറ്റിൽ നിന്നും ആരോഗ്യത്തോടും ബലത്തോടും കൂടെ ഈ വിശുദ്ധ മന്ദിരത്തിലേക്ക് നമ്മളെ യേശുവിൻ്റെ ശരീര മുഖാന്തരവും യേശുവിൻ്റെ രക്തം മുഖാന്തരവും നമ്മെ എവിടെ കൊണ്ടുവന്നു? ആലയത്തിൻ്റെ വിശുദ്ധ സ്ഥലത്ത്. എപ്പോഴും ആരാധന ഉയരുന്ന, എപ്പോഴും സ്തോത്രം ഉയരുന്ന ഒരിടത്തു ദൈവം നമ്മളെ എത്തിച്ചു. ഒരു നല്ല ആമേൻ പറയാവോ? അപ്പൊ വിശുദ്ധ സ്ഥലത്ത് എപ്പോഴും എന്തുണ്ട്? ആരാധന. അവിടെ എത്തുന്നവരെപ്പോഴും ദൈവത്തെ എന്ത് ചെയ്യും? സ്തുതിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇനി അടുത്ത വാക്യം ഒന്ന് വായിക്കാമോ? ഇനി അടുത്താണ്, ശ്രദ്ധിച്ചോണം. ഇതുകൊണ്ട് ഇനി നാം ചെയ്യേണ്ടതാണ്. 1, ദുർമനസാക്ഷിയോടുകൂടെ എന്ത് ചെയ്യരുത്? ആലയത്തിൻ്റെ അകത്ത് വരരുത്. ചേർന്നൊരാമേൻ പറയാമോ? എന്ന് പറഞ്ഞാൽ മനസാക്ഷി മനുഷ്യരുമായിട്ടല്ല, മനസാക്ഷി ദൈവവുമായിട്ട് ശുദ്ധമായിരിക്കണം. ആരാധന എവിടുന്നാ ഉയരേണ്ടത്? ശുദ്ധമുള്ള മനസാക്ഷിയോടുകൂടെ. നമ്മൾ പഴയ കാലത്ത് കർത്താവിൻ്റെ മേശ പിതാക്കന്മാർ ശുശ്രൂഷിക്കുന്ന സമയത്ത് പറയുന്ന ഒരു വേർഡാണ്. അവൻ ദൈവജനത്തെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു സാക്ഷ്യമായിരുന്നു. കുറ്റമറ്റ മനസാക്ഷിയോടുകൂടെ അവൻ ഞാൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്ന തിരുമേശയിൽ നിന്ന് സംബന്ധിക്കുവാൻ ഞാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. ഇത് മനഃപൂർവ്വമായി പിതാക്കന്മാർ ആത്മീയ ശുശ്രൂഷകളിൽ ദൈവസഭയെ കൊണ്ട് പറയിപ്പിക്കുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ഇവിടെ വചനം പറയാണ്, നമ്മുടെ മനസാക്ഷി എങ്ങനെ ആകണം? പറഞ്ഞേ, ദുർമനസാക്ഷി ആകരുത്. എങ്ങനെ ഒരാൾക്ക് ദുർമനസാക്ഷി ആകാൻ പറ്റും? മനസാക്ഷി മോശ. നമ്മൾ ചില നോക്കിയിട്ട് പറയുന്നില്ലേ, എന്തോ ഒരു മനസാക്ഷിയായത്, അല്പം പോലും. അപ്പൊ എന്തോ നമുക്കതിനൊരു അടയാളം? നല്ല മനസാക്ഷിയുടെ ഉടമയെ നമ്മൾ എങ്ങനെ അറിയുന്നത്? എല്ലാം നിങ്ങളുടെ ചിന്തയ്ക്കും നിങ്ങളുടെ ധ്യാനത്തിനും ഞാൻ വിട്ടുതരാം. ആമേൻ, ഹല്ലേലൂയ. പക്ഷേ ഞാൻ എന്നോട് തന്നെ പറയണം, എൻ്റെ മനസാക്ഷി എന്തായിരിക്കണം? ശുദ്ധമായിരിക്കണം. ഓക്കെ, അടുത്ത വാക്ക് വിശദീകരിക്കാൻ സമയമില്ല, പെട്ടെന്ന്. ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും അടുത്തത് പറയാണ്, ശരീരം എന്തായിരിക്കണം? എങ്ങനെ? അവിടെ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്, ശരീരം നല്ല വെള്ളത്തിൽ. അപ്പൊ ആരാധനയ്ക്ക് മുൻപ് 1 നമ്മുടെ മനസാക്ഷി, 2 നമ്മുടെ ഹൃദയം, 3 നമ്മുടെ ശരീരം. എല്ലാവരും പറഞ്ഞേ, മനസാക്ഷി, 2 ഹൃദയം, 3 ശരീരം. ഒന്നുകൂടെ പറഞ്ഞേ, മനസാക്ഷി, നല്ല ഹൃദയം ഉണ്ടാകണം, നല്ല ശരീരം ഉണ്ടാകണം, നല്ല മനസാക്ഷി. ഓക്കെ, ഇനി 3 കൂടെ ക്ലബ് ചെയ്ത് ഒറ്റപ്പദം പറഞ്ഞ് ഞാൻ വേഗത്തിൽ പോകാം. നല്ല മനസാക്ഷിയും നല്ല ഹൃദയവും നല്ല ശരീരവുമായി ആലയത്തിൻ്റെ അകത്തേക്ക് വന്ന് നമ്മൾ ദൈവത്തെ എന്ത് ചെയ്യണം? ചേർന്നൊരാമേൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്തൊക്കെ വേണം? പെട്ടെന്ന്. നല്ല മനസാക്ഷി, നല്ല ഹൃദയം, നല്ല ശരീരം. ആമേൻ. നമുക്കിത് 3 ഉണ്ടായിട്ടും ആരാധന ഇല്ലെങ്കിലോ? തിരിച്ച് ഇത് 3 ഇല്ലാതെ ആരാധിച്ചാലും ഓക്കെ, അവിടെ വിടുക. അടുത്ത പദത്തിലേക്ക് വേഗത്തിൽ.
ആ ഓക്കെ, ഇനി അടുത്ത പദം. ഇത് ആരാധിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് പറഞ്ഞു, മനസാക്ഷി, ഹൃദയം, ശരീരം, ഇത് മൂന്നും തിരിച്ചറിയുക. അടുത്ത പറയാണ്, അടുത്തൊരു ലെവലാണ് ആരാധിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിക്കണം. ഈ ആർക്കാ വചനം കേൾക്കുമ്പോൾ ഈ തുള്ളിച്ചാടി ആരാധിക്കാൻ പറ്റുന്നതെന്നറിയാമോ? പ്രത്യാശ അകത്ത് കിടന്ന് കത്തുന്നവനാ. ഈ വചനത്തെക്കുറിച്ച് പത്രോസ് ലീഗ ശക്തമായി പറയുന്നത്, നിങ്ങളുടെ പ്രത്യാശയ്ക്ക് എന്ത് വരരുത്. ഫൈസലോ, എപ്പോഴാ എനിക്ക് മതിമറന്ന് എൻ്റെ ദൈവത്തെ ആരാധിക്കാൻ കഴിയാതെ പോകുന്നറിയാമോ? എനിക്ക് എൻ്റെ ദൈവത്തിലുള്ള പ്രത്യാശ എന്ത് ചെയ്തു? കുറഞ്ഞു ലാസ്റ്റ് എന്ത് ചെയ്യുക? നഷ്ടപ്പെടുക. പ്രത്യാശ നഷ്ടപ്പെട്ടാൽ ആരാധന കുറയും. എന്തിനെ കുറിച്ചുള്ള പ്രത്യാശ? ക്രിസ്തുവിനെ കുറിച്ചും ക്രിസ്തുവിലൂടെയുള്ള വിടുതലുകളെ കുറിച്ചും ക്രിസ്തുവിലൂടെയുള്ള നിത്യതയെക്കുറിച്ചുമുള്ള പ്രത്യാശ മുറുകെ പിടിക്കണം. അതുകൊണ്ടാണ് ഇതിനു മുമ്പിലെ പറഞ്ഞത്, നമുക്കൊരു മഹാപുരോഹിതനുണ്ട്. എവിടെ? ആലയത്തിൽ. അതെന്റെ പ്രത്യാശയാണ്. അതാണ് കർത്താവിന്റെ മേശയുടെ മുമ്പിൽ അവസാനം പറഞ്ഞത്, നമ്മുടെ കർത്താവ് ഇതുവരെ വന്നിട്ടില്ല, പക്ഷെ അവൻ വരും. അതെന്റെ പ്രത്യാശയാണ്. അവൻ വരുമ്പോൾ താൻ ഇരിക്കുന്ന ഇടത്ത് എന്നെ ഇരുത്താമെന്ന് എന്നോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അതെന്റെ പ്രത്യാശയാണ്. ആ കാഹളത്തിന്റെ ശബ്ദം ധ്വനിക്കുമ്പോൾ ഞാൻ പറന്നുയരും, പ്രാക്കളെ പോലെ ഞാൻ പറന്നുയരും. അതെന്റെ പ്രത്യാശയാ. ഇത് മുറുകെ പിടിക്കുന്ന ഒരുവന് ആരാധിക്കാൻ മടിയില്ല. അവൻ ആരാധിക്കാൻ മറ്റു പ്രോത്സാഹനങ്ങൾ വേണ്ട. അതുകൊണ്ട് നല്ല മനസാക്ഷി, നല്ല ഹൃദയം, നല്ല ശരീരം, ഇതുമായി അനുഗ്രഹത്തോടെ നിൽക്കുന്ന ദൈവസഭയെ ഇന്നു പകൽ നമ്മുടെ പ്രത്യാശയെ ഒന്ന് മുറുകെ പിടിച്ചേ. ഇയ്യോബിന്റെ ഒരു പ്രത്യാശയുടെ സ്റ്റേറ്റ്മെന്റ്സ് അറിയാവോ? എൻ്റെ ശരീരം ഇങ്ങനെയെല്ലാം വ്രണമായി പുഴുവരിച്ചു പോയാലും, ഞാൻ ദേഹരഹിതനായിട്ടായാലും ദേഹമില്ലാത്തവനായിട്ടായാലും എനിക്കൊരു ഉറപ്പുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഞാൻ എൻ്റെ ദൈവത്തെ, പ്രത്യാശയാണോ അത്? ഒരു രോഗം വന്നെന്നെ തകർക്കാൻ ശ്രമിക്കുക, ഒരു കടം വന്നെന്നെ യുദ്ധം ചെയ്ത് ഇല്ലാതാക്കാൻ ശ്രമിക്കുക. പക്ഷെ ഞാൻ ധൈര്യത്തോടെ പറയാം, ഇതൊക്കെ എന്നാ വന്നാലും ഞാൻ മാക്സിമം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ദേഹത്തെ കൊല്ലാം. പക്ഷെ ദേഹിയെ കൊല്ലാൻ കഴിയുന്ന ഒരുവനെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. എൻ്റെ പ്രത്യാശ അവനിലാണ്. എൻ്റെ ദേഹിയെ അവൻ കൊല്ലില്ല. കാരണം എൻ്റെ പ്രത്യാശയായ യേശുവിൽ ഞാൻ മുറുകെ പിടിച്ചിരിക്കുക. പ്രൈസലോ. ഇന്ന് പകൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ, നമുക്ക് നമ്മളെ തകർക്കാൻ ഈ കോവിഡിന് കഴിയത്തില്ലെന്ന് പറയണോ? നമ്മളെ തകർക്കാൻ ഈ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾക്ക് കഴിയത്തില്ലെന്ന് പറയണോ? നമ്മളെ തകർക്കാൻ ഈ രോഗത്തിന് കഴിയത്തില്ലെന്ന് പറയണോ? നമ്മളെ തകർക്കാൻ ഒരു മാനുഷിക വ്യക്തിക്ക് കഴിയത്തില്ലെന്ന് പറയണോ? കാരണം നമ്മുടെ ട്രസ്റ്റ് ഇതിലൊന്നുമല്ല, നമ്മുടെ ഹോപ്പ് ഇതിലൊന്നുമല്ല. നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത്, എനിക്കൊരുവനുണ്ട്, അവൻ വരുമ്പോൾ അവന്റെ ശബ്ദം ഞാൻ കേൾക്കൂ, അവൻ എന്നെ ചേർക്ക്, എനിക്ക് വേണ്ടി അവനൊരു വീട് പണിയുകയാണ്. ആ വീടിന്റെ പണി തീർന്ന് അവൻ എന്നെ വന്നു ചേർത്ത് താൻ ഇരിക്കുന്ന ഇടത്ത് അവൻ എന്നെയും ഇരുത്തു. ഈ പ്രത്യാശ മുറുകെ പിടിക്കണം. ആർക്കാണ് ആരാധിക്കാൻ കഴിയുന്നത്? പ്രത്യാശ മുറുകെ പിടിക്കുന്നവന്. ഇനി അടുത്തത്, വേഗത്തിൽ ആർക്കാണ് ഇനി ആരാധിക്കാൻ കഴിയുന്നത്? പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിച്ച് വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. ഇത് വിശ്വസിക്കണം. അപ്പൊ ഒന്ന്, ആർക്കാണ് ആരാധിക്കാൻ പറ്റുന്നത്? പ്രത്യാശ മുറുകെ പിടിക്കുന്നവർക്ക്. അവരെ തടയാൻ ആർക്കും പറ്റത്തില്ല. ഞാൻ പല ഒത്തിരിയിടങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഇന്ന് ദൈവസഭകൾക്ക് പീഡനമില്ല. ഒരാമേൻ പറഞ്ഞേ, ദൈവസഭകൾക്ക് പീഡനമില്ല. നിങ്ങൾ എങ്ങനെ എന്നെ ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയത്തില്ല. ദൈവസഭകൾക്ക് പീഡനമില്ല. നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ചില പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. സ്തോത്രം. പക്ഷെ അതല്ലായിരുന്നു ആദ്യ നൂറ്റാണ്ടുകളിൽ. AD 100 കാലഘട്ടങ്ങളിലൊക്കെ നടന്ന സഭയുടെ പീഡനമെന്ന് പറയുന്നത്, സഭയോടുള്ള പീഡനമെന്ന് പറയുന്നത് ഭയങ്കര അസാധാരണമായിരുന്നു.
ആമേൻ. ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇനി ഞാൻ മരിക്കട്ടെ എന്നുള്ളൊരു പുസ്തകത്തിനകത്ത് 104 ജീവിച്ച ഭക്തന്മാരുടെ അനുഭവം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ ദൈവനാമത്തിനു വേണ്ടി നിന്നത്. പ്രൈസലോ. ആമേൻ. അവരൊക്കെ അവരുടെ പ്രത്യാശ മുറുകെ പിടിച്ചത്. പ്രൈസലോ. 7 കുഞ്ഞുങ്ങളെയും കൊന്നുകളയുന്നത് കൺമുമ്പിൽ കണ്ടിട്ടും വിളിച്ചു പറഞ്ഞു, യേശു എനിക്കൊരു ദ്രോഹം ചെയ്തിട്ടില്ലെന്ന്. ആമേൻ. ഹല്ലേലൂയ. മരത്തിൻ്റെ തൊലി ഉരിഞ്ഞെടുത്തുകൊണ്ട് വന്ന് അതിനകത്ത് ചുറ്റിക്കെട്ടി, ആമേൻ ഹല്ലേലൂയ, മരുഭൂമിയുടെ വെയിലത്തിട്ട് അതിൻ്റെ വെള്ളം വലിയുന്നതനുസരിച്ച് ഇഞ്ചിഞ്ചായി ശരീരത്തിൻ്റെ ഓരോ അസ്ഥികളും ഒടിഞ്ഞു ഞുറുങ്ങുമ്പോഴും അതിനകത്ത് ജീവനോട് കിടന്നിട്ട് പറഞ്ഞു, യേശു വലിയവനാണ്. ആമേൻ. വലിയ ആഴത്തിലേക്ക് കഴുത്തിൽ കല്ല് കെട്ടി വലിച്ചെറിഞ്ഞ്, യേശുവിനെ വിശ്വസിച്ചതിൻ്റെ പേരില്ല, യേശുവിനെ ആരാധിക്കുന്നതിൻ്റെ പേരില്ല, ആമേൻ, വലിച്ചെറിയുമ്പോഴും അവർ വിളിച്ചു പറഞ്ഞു, ആമേൻ ഹല്ലേലൂയ, യേശു വലിയവനാണ്, യേശു ഞങ്ങളുടെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ പ്രത്യാശ മുറുകെ പിടിച്ചവർ അവരൊന്നും ഒരിക്കലും ആരാധനയിൽ ക്ഷീണിച്ചു പോയിട്ടില്ല. അവരൊന്നും ഒരിക്കലും ആരാധനയിൽ തളർന്നു പോയിട്ടില്ല. അവരൊന്നും ഒരിക്കലും ആരാധനയിൽ മടുത്തു പോയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് പകൽ ഒന്നുകൂടെ ഞാൻ പുറകോട്ട് പോകുന്നു. നല്ല മനസാക്ഷിയുള്ളവരായി, നല്ല ഹൃദയമുള്ളവരായി, നല്ല ശരീരമുള്ളവരായി ആലയത്തിൻ്റെ അകത്തേക്ക് വന്ന് പ്രത്യാശയുടെ സ്വീകാര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വാഗ്ദത്തത്തെ ഓർത്ത് ദൈവം വിശ്വസ്തനെന്ന് പറഞ്ഞിട്ട് ധൈര്യത്തോടെ ദൈവത്തെ ആരാധിക്കണം. ഇത് പറഞ്ഞിട്ടാ പറയുന്നത്. ചിലർ വായിച്ചേ, ചിലർ ചെയ്യുന്നത് പോലെ ശുദ്ധമത്ത മനസ്സാക്ഷിയോടുകൂടെ യേശുവിനെ സ്വീകരിച്ചവർ, ഹൃദയം ദൈവത്തിനു വേണ്ടി സമർപ്പിച്ചവർ, എൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്ന് ആമേൻ ഏറ്റെടുത്ത് കൃപയാൽ വാക്ക് പറഞ്ഞവർ, രക്ഷയുടെ വാക്ക് ഏറ്റുപറഞ്ഞവർ, പ്രത്യാശയുടെ സ്വീകാര്യത്തിൻ്റെ മെസ്സേജ് കേട്ടവർ, മെസ്സേജ് എടുക്കുന്നവർ, ആമേൻ ഹല്ലേലൂയ, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനെന്ന് അറിഞ്ഞവർ, അനുഭവിച്ചവർ. പക്ഷേ ഇതിനകത്ത് ചിലർ പിടികിട്ടിയോ? രക്ഷിക്കപ്പെടാത്തവരെ നോക്കിയല്ല ഈ ചിലർ എന്ന പദം പറയുന്നത്. ഒന്നും കൂടെ പുറകോട്ട് പോകാം. ശുദ്ധമത്ത മനസാക്ഷിയോടുകൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നവർ, ഹൃദയം ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചവർ, നല്ല ശരീരത്തോടുകൂടെ ദൈവസന്നിധിയിൽ വന്ന് ഈ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്ന് സമർപ്പിച്ചു കൊടുത്തവർ, പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിച്ചവർ, വാഗ്ദത്തം ചെയ്ത ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ കേട്ടവർ, കണ്ടവർ, അറിഞ്ഞവർ, അനുഭവിച്ചവർ, ഈ വാഗ്ദത്തങ്ങൾ ഇന്നും എപ്പോഴും ഓർക്കുന്നവർ. പക്ഷേ അതിനകത്ത് ചിലർ, അടുത്ത പദം നിങ്ങൾ നോക്കി, ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷയായിട്ട് വിചാരിക്കരുത്. എന്താണ് ഇതിൻ്റെ അർത്ഥം? അതിനെ വിശദീകരിക്കാൻ നമ്മുടെ മുമ്പിൽ സമയം പോരാ, എങ്കിലും വേഗത്തിലൊന്ന് പറയാൻ ഞാൻ ശ്രമിക്കാം. അടുത്ത 5-ാമത്തെ വാക്യം. സ്നേഹത്തിനും സൽപ്രവൃത്തിക്കും ഉത്സാഹം വർദ്ധിപ്പിക്കാൻ അന്യോന്യം സൂക്ഷിച്ചു കൊള്ളുക. നാൾ സമീപിക്കുന്നു എന്ന് കാണുന്തോറും അത് അധികമായി ചെയ്യേണ്ടതാകുന്നു. എന്തുകൊണ്ടാണ് അവൻ ദൈവസന്നിധിയിൽ നിന്ന് ദൈവത്തെ ആരാധിക്കാൻ കഴിയാതെ, ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയാതെ, അവൻ ശാബത്തിൽ നമ്മൾ കണ്ടതുപോലെ 6 ദിവസം അധ്വാനിച്ച് 7-ാമത്തെ ദിവസം ദൈവരാജ്യത്തിനു വേണ്ടി നിൽക്കേണ്ട ദൈവമക്കൾ, ദൈവത്തിനു വേണ്ടി അവൻ നിൽക്കേണ്ട ദൈവമക്കൾ, ദൈവത്തെ ധ്യാനിക്കേണ്ടവർ, ദൈവരാജ്യത്തിനു വേണ്ടി നിൽക്കേണ്ടവർ, അവർ ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് അകന്നു പോകുകയാ, ദൈവത്തോടുള്ള സൽപ്രവൃത്തിയിൽ നിന്ന് അകന്നു പോകുകയാ, അവർ ദൈവത്തോടുള്ള ഉത്സാഹത്തിൽ നിന്ന് അകന്നു പോകുക. ഇത് ചെയ്യാൻ പറയുന്നതിന്റെ കാരണം അത് വർദ്ധിപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട്. സ്തോത്രം. ഇന്ന് പകൽ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ്, ലോക സ്നേഹികളാകരുത്. പക്ഷെ ഇവിടെ ഞാൻ പറയുന്നു, ദൈവസ്നേഹിയാകണം, സൽപ്രവൃത്തി ചെയ്യണം, ദൈവവും ദൈവവചനവുമായിട്ടുള്ള ഉത്സാഹം വർദ്ധിപ്പിക്കണം. അങ്ങനെ വന്നാൽ ആമേൻ ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് യേശു വലിയവനായി, വൻകാര്യങ്ങൾ ചെയ്യുന്നവനായി നമ്മുടെ മുൻപിൽ അവിടുന്ന് വെളിപ്പെട്ടു വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ,
നമ്മുടെ സമയത്തിൻ്റെ പരിമിതിയിൽ നിന്ന് ഞാനിത് വൈൻഡപ്പ് ചെയ്യാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് കണ്ടിന്യൂ ചെയ്യാൻ ദൈവം വെച്ചാൽ അടുത്ത ആഴ്ച കൂടെ ഞാനിതിൽ ഈ ഒരു ഭാഗത്ത് തന്നെ നിൽക്കേണ്ടി വരും. ഞാൻ പ്രാർത്ഥിക്കുന്നു അടുത്തതിലേക്ക് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹമെങ്കിലും ആമേൻ ഇത് ഒന്നുകൂടെ കണ്ടിന്യൂ ചെയ്യണമെന്ന് ആമേൻ അല്പം കൂടെ ദൈവിക ദൂതുകൾ അതിൻ്റെ ക്ലോസിങ്ങിലേക്ക് വരുന്നത് കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവ നിയോഗത്തിന് ഞാൻ വിട്ടുകൊടുക്കുന്നു. എന്നാൽ ഇന്ന് പകലിൽ ഞാൻ ദൈവമക്കളോട് പറയാണ്, നമുക്കതാത് സ്ഥാനങ്ങളിലൊന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? നിങ്ങളുടെ ഹൃദയം ദൈവസന്നിധിയിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്തിട്ട് ധൈര്യത്തോടെ പറയാമോ, ദൈവത്തെ ആരാധിക്കേണ്ട ഞാൻ ദൈവത്തെ ആരാധിക്കേണ്ട ആലയത്തിനകത്തുണ്ടാകും. ഞാനിത് പറയുന്നത് എഴുന്നേക്കാൻ കഴിയാത്ത ശാരീരികമായ അതുപോലുള്ള ബുദ്ധിമുട്ടുകൾ വന്ന് മാറുന്നവരെ കുറിച്ചല്ല. സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ. അല്ലാതെ മനഃപൂർവമായി ആലയത്തിനകത്തുള്ള ആരാധനയെ നമ്മൾ ഉപേക്ഷയായി വിചാരിക്കുമ്പോൾ ഒന്ന്, ദൈവത്തോടുള്ള മനസാക്ഷിയിൽ കളങ്കം പറ്റുകയാണ്. രണ്ട്, ദൈവത്തിന് കൊടുത്ത ഹൃദയം നമ്മൾ മറ്റാർക്കൊക്കെയോ കൊടുക്കുകയാണ്. മൂന്ന്, ദൈവം ഇരിക്കേണ്ട ശരീരത്തിൽ മറ്റാരൊക്കെയോ അവകാശം പറഞ്ഞിരിക്കുകയാണ്. നാല്, പ്രത്യാശയുടെ സ്വീകാര്യം കുറഞ്ഞു കൊണ്ടുപോവുകയാണ്. അഞ്ച്, വാഗ്ദത്തങ്ങൾ പ്രാപിക്കാൻ കഴിയാതെ പോകുകയാണ്. ആറ്, ദൈവത്തോടുള്ള പ്രതിബദ്ധതയിലും സ്നേഹത്തിൽ നിന്നും കുറഞ്ഞു പോവുകയാണ്. ഏഴ്, സൽപ്രവൃത്തികൾ ചെയ്യാൻ കഴിയാത്തവരായി മടുത്തു പോകുകയാണ്. ഇങ്ങനെ പരാജയങ്ങളുടെ ഒരു വലിയ ലിസ്റ്റായി എൻ്റെയും നിങ്ങളുടെയും ജീവിതം അവിടുന്ന് തീരാതെ ഇന്ന് പകൽ എത്ര പേർ ധൈര്യത്തോടെ പറയും, ഞാൻ ദൈവത്തെ ആരാധിക്കുന്നവനായി മാറും? 6 ദിവസം നിങ്ങൾക്ക് അധ്വാനിക്കാൻ ദൈവമക്കളെ, അത് ദൈവം വചനത്തിലൂടെ വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ്. പക്ഷെ 7ാമത്തെ ദിവസത്തെ നോക്കിയിട്ട് കർത്താവ് പറയാണ്, അത് നീ ആലയത്തിനകത്തിരിക്കേണ്ട ദിവസമാണ്. നിങ്ങൾ നോക്കിക്കേ, യേശുവപ്പ ആരാധിക്കേണ്ട ഏതെങ്കിലും ഒരു നിമിഷം വേറെ എവിടെങ്കിലും പോയതായി നിങ്ങൾ ഈ വചനത്തിനകത്ത് കണ്ടിട്ടുണ്ടോ? ആലയത്തിൻ്റെ വിശുദ്ധിയെ കുറച്ചതായി ഈ യേശുവപ്പ എവിടെങ്കിലും പറഞ്ഞതായി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആലയത്തോടുള്ള ദൈവത്തിൻ്റെ പ്രതിബദ്ധത എത്ര വലുതെന്ന് ആമേൻ തൻ്റെ ഹൃദയം നുറുങ്ങിക്കൊണ്ട് താൻ പറഞ്ഞതല്ലേ ഉള്ളൂ. എൻ്റെ ആലയം അത് പ്രാർത്ഥനാലയമാണ്. പക്ഷെ നിങ്ങൾ അതിനെ വ്യത്യസ്തമായി മാറ്റിക്കളഞ്ഞു, കള്ളന്മാരുടെ ഗുഹയാക്കി കളഞ്ഞു. നിങ്ങളതിനെ ബിസിനസ് മേഖലയാക്കി കളഞ്ഞു. നിങ്ങളതിനെ നേട്ടങ്ങളുടെ അനുഭവമാക്കി കളഞ്ഞു. എൻ്റെ പ്രിയ കൂടപ്പുറപ്പേ, നിന്റെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. ടാമി പ്രേയർ സെന്ററിലെ ഓരോ ദൈവമക്കളോടും, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എൻ്റെ ഓരോ ദൈവമക്കളോടും ഞാൻ ആത്മാർത്ഥമായി പറയുന്നു, നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. ഈ ആലയം ആമേൻ ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കാനുള്ളതാണ്, ദൈവത്തിന് മഹത്വം കൊടുക്കാനുള്ളതാണ്. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ഇന്നും പകൽ ഞാൻ ഈ പറഞ്ഞ സന്ദേശത്തിൻ്റെ ആഴം ഇത്രയേ ഉള്ളൂ. ദൈവീകമായ ആരാധനയിൽ എരിവുള്ളവരായി, ദാഹമുള്ളവരായി, ഉത്സാഹമുള്ളവരായിട്ട് അവിടുന്ന് മാറുക. മറ്റെന്തൊന്നിനേക്കാളും യേശുവാണ് വലുതെന്ന്. കണ്ണുകളൊന്ന് അടയ്ക്കാമോ? കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? മക്കളെ, ചിലർ വിചാരിക്കുന്നത് സഭായോഗങ്ങളെ ഉപേക്ഷയാക്കി കളയാമെന്നാണ്. പക്ഷേ കർത്താവ് പറയുന്നു, അങ്ങനെ നിങ്ങളാകരുത്. ചിലർ ചെയ്യുന്നത് പോലെ, ചിലർ വിചാരിക്കുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ സഭായോഗങ്ങളെ, എന്താപ്പ അങ്ങനെ പറയുന്നത്? ആലയത്തിനകത്ത് ആരാധ്യനായവൻ ഇറങ്ങി വരുമ്പോൾ ആരാധിക്കുന്നവൻ്റെ ആരാധനയെ അവൻ സ്വീകരിക്കും. എന്നാൽ അവൻ പ്രതീക്ഷിക്കുന്ന ഞാൻ ആലയത്തിനകത്തില്ലെങ്കിൽ എന്നോടുള്ള ദൈവിക നീതികളെല്ലാം തടയപ്പെടും. ഒരു കാര്യം എൻ്റെ ആത്മീയ ജീവിതത്തിനകത്ത് എനിക്ക് മനസ്സിലായി, എനിക്കൊരു മടുപ്പ് കൊണ്ടുവരുന്നത് അന്ന് എനിക്കൊരു വിടുതലുള്ള ദിവസമായിരിക്കും. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ തലമുറയിൽ ഒരു വിടുതലുള്ള ദിവസം എങ്ങനെയെങ്കിലും എന്നെ മാറ്റിക്കളയാൻ, നീക്കിക്കളയാൻ ശത്രു ശ്രമിക്കും. പക്ഷെ നിങ്ങളതിനെ ആത്മാവിൽ ജയിക്കാൻ തയ്യാറായ. 2, നമ്മൾ പറയും ബാധ്യതയാണ്, നമ്മൾ പറയും ഇല്ലായ്മയാണ്, നമ്മൾ പറയും
ആമേൻ, ഹല്ലേലൂയ. പക്ഷെ ഇന്ന് പകലും നോക്കി, ദൈവത്തിന് പ്രാധാന്യം കൊടുക്കാതെ നമ്മൾ ഓടിയതും നമ്മൾ അധ്വാനിച്ചതും നമ്മൾ നേടിയതും ഒക്കെ എവിടെ എന്നൊരു ചോദ്യം ചോദിച്ചാൽ നാം എന്തു മറുപടി പറയും? ദൈവത്തെ അറിഞ്ഞതിന് ശേഷം, യേശുവപ്പ ദൈവമാണെന്ന് വിശ്വസിച്ചതിന് ശേഷം, ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായി കൊണ്ട് രക്ഷയ്ക്കായിട്ട് ഏറ്റുപറഞ്ഞതിന് ശേഷം, മനഃപൂർവമായി ആലയത്തിൻ്റെ അകത്തെ ആരാധനയിൽ നിന്ന് ഒഴിഞ്ഞു നിന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ദൈവത്തോടൊന്ന് ക്ഷമ പറയുമോ? കർത്താവേ, എന്നോട് ക്ഷമിക്കണം. അതിൻ്റെ അകത്തൂടെ പോകുന്ന നേട്ടങ്ങൾ എന്നും നമ്മൾ പറയുന്നത് നമുക്ക് നേട്ടമല്ല, നമുക്കത് നഷ്ടമാണ്. ഒന്നിൻ്റെ നഷ്ടമല്ല, 1000 നഷ്ടങ്ങളാണ്. അതിൻ്റെ അർത്ഥം ദൈവമില്ലാത്തതിൻ്റെ നഷ്ടങ്ങൾ. ഇന്ന് പകൽ നമ്മുടെ വിചാരം എന്താണ്? സാരമില്ല, ഇത്രയൊക്കെ മതി ആണോ? അല്ല മക്കളെ, 24 മണിക്കൂറും മടികൂടാതെ ആരാധിക്കുന്ന ദൂതന്മാർ നിൽക്കുന്ന ഒരുവനാണ് നമ്മുടെ യേശുവപ്പ. ആമേൻ. കൂലി കൊടുത്താൽ വന്നു നിൽക്കുന്ന ആമേൻ ഇൻസ്ട്രുമെന്റ്സുകൾ പ്ലേ ചെയ്യുന്നവരാ നമ്മുടെ മുൻപിലുള്ളത്. പക്ഷേ യേശുവപ്പയുടെ മുമ്പിൽ ഞാനതങ്ങ് ചിന്തിക്കുക, നോക്കിയേ, ഒരു കൂലിയില്ല, ഒരു വെള്ളമില്ല, എന്ന് വിശപ്പില്ല, ഒന്നുമില്ല. രാത്രിയൊന്നും പകലെന്നില്ല. ആമേൻ. 10 മിനിറ്റ് കഴിയുമ്പോൾ മടുത്തെന്നില്ല, 1 മണിക്കൂർ കഴിയുമ്പോൾ പോണമെന്നില്ല, ഇടയ്ക്ക് ഇറങ്ങി പോകുന്നവർ, ഇതൊന്നുമില്ലല്ലോ. അവിടെ നിന്നുകൊണ്ട് അവൻ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് കോടാനുകോടി ദൂതന്മാർ അപ്പയെ അവിടുന്ന് ആരാധിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ നിൽക്കുന്ന നമ്മെ നോക്കിയിട്ട് കർത്താവ് പറയാ, എടാ, ഈ ദൂതൻ 24 മണിക്കൂറും എന്നെ ആരാധിക്കുന്നു. നിന്റെ ഈ കോർഗിൻ്റെ കീബോർഡിൽ നിന്ന് വരുന്ന ഈ പരുക്കൻ ശബ്ദമല്ല, ഇതിനേക്കാൾ ശ്രുതിമധുരമായ നല്ല ശബ്ദത്തോടു കൂടിയ ആമേൻ ഹല്ലേലൂയ സ്വയ ശരീരത്തോടു കൂടെ നിൽക്കുന്നവർ അവർ എന്നെ പുകഴ്ത്തുന്നു. പക്ഷേ എൻ്റെ കുഞ്ഞെ, എനിക്കിഷ്ടം അവരുടെ ആരാധനയേക്കാൾ നിന്റെ അകത്തുനിന്ന് വരുന്ന ഒരു ആരാധനയാന്ന് പറഞ്ഞ് നിന്നെ ആ മാർവോടൊന്ന് ചേർത്ത് പിടിക്കുമ്പോൾ നീ എത്ര വിലപ്പെട്ടവനാണെന്ന് ഓർത്ത് നോക്കിക്കേ. നീ എത്ര വിലപ്പെട്ടവളാണെന്ന് ഓർത്ത് നോക്കിക്കേ. നീ എത്ര ശ്രേഷ്ഠതയുള്ളവളാണെന്ന് ഓർത്ത് നോക്കി. നിന്റെ ശബ്ദം കൊള്ളത്തില്ലെന്ന് ആരൊക്കെയോ പറഞ്ഞല്ലേ? ഞാൻ ആദ്യ സമയം ഈ സന്ദേശം തുടങ്ങിയ ആഴ്ചയിൽ പറഞ്ഞതുപോലെ, നിന്റെ ശരീരം കൊള്ളത്തില്ലെന്ന് പറഞ്ഞു, നിന്റെ ശബ്ദം കൊള്ളത്തില്ലെന്ന് പറഞ്ഞു, നിന്റെ കളറ് കൊള്ളത്തില്ലെന്ന് പറഞ്ഞു, നിന്റെ കഴിവ് കൊള്ളത്തില്ലെന്ന് പറഞ്ഞു, നിന്റെ പാട്ട് കൊള്ളത്തില്ലെന്ന് പറഞ്ഞു, നിന്റെ പ്രസംഗം കൊള്ളത്തില്ലെന്ന് പറഞ്ഞു, നിന്റെ ലീഡർഷിപ്പ് കൊള്ളത്തില്ലെന്ന് പറഞ്ഞു, നീ ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഈ കൊള്ളത്തില്ല കൊള്ളത്തില്ല കൊള്ളത്തില്ലെന്ന് അപ്പം പറഞ്ഞു, അമ്മ പറഞ്ഞു, കൂടപ്പിറപ്പ് പറഞ്ഞു, നാട്ടുകാർ പറഞ്ഞു, വീട്ടുകാർ പറഞ്ഞു, പള്ളിക്കാർ പറഞ്ഞു, അയൽക്കാർ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. എല്ലാവരും ഇത് കൊള്ളത്തില്ല കൊള്ളത്തില്ല കൊള്ളത്തില്ല, ഇതിലും നല്ലത് മറ്റവനാ, ഇതിലും നല്ലത് മറ്റേതാ എന്ന് പറഞ്ഞു പലരും മാറി. പക്ഷെ എൻ്റെ അപ്പം മാത്രം പറഞ്ഞു, എനിക്കിരിക്കാൻ പറ്റിയ എൻ്റെ ആലയമാവും ഞാൻ. നിന്നെ എനിക്ക് കൊള്ളാം, നിന്നെ എനിക്ക് കൊള്ളാം. 100 കണക്കിന് ആൾക്കാർ കൊള്ളത്തില്ലെന്ന് പറഞ്ഞ നിന്നെ അവന് വസിപ്പാൻ പറ്റിയ ഒരാലയമായി പറഞ്ഞില്ലേ? നിന്റെ ശരീരം എൻ്റെ ആലയാണ്, നിന്റെ ശരീരം എൻ്റെ ആലയാന്ന് പറഞ്ഞില്ലേ മോനെ? പറഞ്ഞില്ലേ മോളെ? നിന്നോട് പറഞ്ഞില്ലേ? ഈ ശരീരത്തിൽ ലോകം പറയുന്ന എന്തുണ്ടെങ്കിലും എനിക്ക് വസിക്കാൻ പറ്റിയ ഒരിടമാന്ന് പറഞ്ഞില്ലേ? ആ കർത്താവ് പറയാ, എനിക്ക് ഈ ദൂതന്മാരില്ലാഞ്ഞിട്ടല്ല, കുഞ്ഞ്, സംവിധാനങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, എൻ്റെ വാക്കുപോലും നോക്കാതെ ആരാധിക്കുന്ന ഒരു സൈന്യം എൻ്റെ മുമ്പിലുണ്ട്. പക്ഷേ അതിനേക്കാൾ ഇഷ്ടം നിന്റെ ശബ്ദം, നിന്റെ ശബ്ദം. അത് കേൾക്കുന്ന എൻ്റെ പ്രിയ മക്കളെ, സഭയമക്കളെ, ഇന്ന് പകലൊന്ന് ആത്മാർത്ഥമായിട്ട് പറയാവോ? എൻ്റെ അപ്പൻ എൻ്റെ ശബ്ദം കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ, എൻ്റെ അപ്പൻ എൻ്റെ ആരാധന ഇഷ്ടമാണെങ്കിൽ, പിന്നെ ആരെന്നാ പറഞ്ഞാലും എനിക്ക് വിഷയമല്ല. അത് കാരാഗ്രഹമായാലും ഞാൻ ആരാധിക്കും, അത് എവിടായാലും ഞാൻ ആരാധിക്കും.
പക്ഷെ ആരോഗ്യവും ബലവും എൻ്റെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ ഞാൻ ആലയത്തിനകത്ത് എൻ്റെ ദൈവത്തെ ആരാധിക്കും. എത്ര പേർ ചേർന്ന് അതിനൊരു ആമേൻ പറയും? മക്കളെ, ചിലർ ചെയ്യുന്നത് പോലെ നല്ല മനസാക്ഷി മാറ്റി നീ ആരാധന ഉപേക്ഷയായി വിചാരിക്കല്ലേ. ചിലർ ചെയ്യുന്നത് പോലെ നല്ല ഹൃദയം കളഞ്ഞ് നീ ആരാധന ഉപേക്ഷയായി വിചാരിക്കരുത്. ചിലർ ചെയ്യുന്നത് പോലെ നിന്റെ ശരീരത്തെ ദൈവികമല്ലാത്തതിന് വിട്ടുകൊടുത്ത് അശുദ്ധമാക്കി നിന്റെ ശരീരത്തെ ആലയത്തിൽ നിന്ന്, ആരാധനയിൽ നിന്ന് നീ മാറ്റിക്കളയല്ലേ. നിന്റെ പ്രത്യാശ നീ ഒന്ന് മുറുകെ പിടിക്ക്, വാക്തത്വം ഒന്ന് മുറുകെ പിടിക്ക്. ദൈവത്തിൻ്റെ അത്ഭുതം നിന്റെ മേൽ വെളിപ്പെടും. ഒരിക്കൽ കൂടെ കണ്ണുകൾ അടച്ച്, കരങ്ങൾ ഉയർത്താൻ പറ്റുന്നവർ ആ കരങ്ങൾ ഉയർത്തി, ഹൃദയം തുറന്ന്, വായി തുറന്ന് യേശുവിനൊരു ആരാധന. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. എങ്ങനെ അപ്പയ്ക്ക് നിങ്ങൾക്ക് ഒരു ആരാധന കൊടുക്കാമോ അത് നിങ്ങൾ കൊടുത്തു. എങ്ങനെ നിങ്ങളുടെ അപ്പയോടുള്ള സ്നേഹം നിങ്ങൾക്ക് കൈമാറാമോ അത് നിങ്ങൾ ചെയ്തു. അതിനെ തടയാൻ, അതിനെ മാറ്റാൻ ആർക്കും സാധ്യമല്ല. പണത്തിനു വേണ്ടി നിന്റെ ആരാധന മുടക്കല്ലേ. ഒരു ബന്ധത്തിനു വേണ്ടി നിന്റെ ആരാധന മുടക്കല്ലേ. ഒരു സൗഹൃദത്തിനു വേണ്ടി നിന്റെ ആരാധന മുടക്കല്ലേ. ഏതെങ്കിലും ഭൗമികമായ ഒന്നിനു വേണ്ടി നിന്റെ ആരാധന മുടക്കരുതേ. കാരണം നീ മുടക്കുന്ന ആ വിഷയത്തെക്കാൾ, അല്ലെങ്കിൽ എന്തിനു വേണ്ടി ആരാധന മുടക്കുന്നു, അതിനേക്കാൾ വലുതാണ് യേശു. അതിനേക്കാൾ വലുതാണ് യേശു. ഈ മുടക്കുന്ന ബന്ധങ്ങളൊക്കെ പോയാലും നമ്മുടെ ജീവിതത്തിൽ യേശു ഉണ്ടെങ്കിൽ നമ്മളെ ദൈവം മാനിച്ചു പുറത്തെടുക്കും. നമ്മൾ പ്രീതിപ്പെടുത്താൻ പോകുന്ന പലതും നമ്മുടെ മുമ്പിൽ യേശുവില്ലാതെ വന്നാൽ നമ്മൾ പരാജയമായി മാറും. കൂടപ്പിറപ്പേ, ദൈവത്തോടുള്ള ബന്ധത്തെ വലുതായി കാണാം. ഹല്ലേലൂയ. പിതാവേ, അങ്ങയുടെ നാമത്തിൽ ടാമി ചോയ്സിനെ ഞാൻ ബ്ലസ് ചെയ്യുകയാണ്. GCHലെ ഞങ്ങളുടെ ഇന്നിവിടെയുള്ള കുഞ്ഞുങ്ങളെ ബ്ലസ് ചെയ്യുന്നു. ഭവനത്തിൽ പോയ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ബ്ലസ് ചെയ്യുന്നു. ഇന്ന് ആരാധനയ്ക്ക് കടന്നു വരാതെ ഇവിടെ നാട്ടിൽ ഭവനങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. മറ്റു സംസ്ഥാനങ്ങളിലും മറ്റു രാജ്യങ്ങളിലുമായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ മക്കളെ ബ്ലസ് ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ എല്ലാ മക്കളും ഒരുപോലെ ആരാധനയിൽ എരിവുള്ളവരായി, ആരാധനയിൽ ദാഹമുള്ളവരായി മാറാൻ കർത്താവ് കൃപ ചെയ്യും. മനസ്സ് തുറന്ന് ഞാൻ ഇവരെ അനുഗ്രഹിക്കുകയാണ്. ഒരു ഗ്രേറ്റ് മിറക്കിൾ ചിലരുടെ അകത്ത് സംഭവിക്കുന്നതിനായി സ്തോത്രം. ആ വാക്കൊരു പ്രവചന ദൂത് പോലെ ചർച്ചിന്റെ മേൽ ഞാൻ പറഞ്ഞയക്കുകയാണ്. ഒരു അത്ഭുതകരമായ ആമേൻ ഹല്ലേലൂയ പ്രവൃത്തി, ഗ്രേറ്റ് മിറക്കിൾ, ഗ്രേറ്റ് മിറക്കിൾ കർത്താവ് ചിലരുടെ മേൽ ചെയ്യുന്നതിനായി സ്തോത്രം. മഹത്വം അങ്ങേക്ക്, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും, വഴി നടത്തുന്ന പരിശുദ്ധാത്മാവാൻ ദൈവത്തിന്റെ സഹവാസവും കൂട്ടായ്മയും നമ്മോടും പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തോടും കടന്നു വന്ന എല്ലാ ദൈവമക്കളോടും ദൈവസഭയോടും GCHനോടും ദൈവം നമ്മളെ നടത്തുന്ന എല്ലാ നന്മകളോടും കൂടെ ക്രിസ്തുയേശുവിന്റെ രണ്ടാം വരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. May God bless you. We love you. Thank you.